സ്വർഗത്തിൻ്റെ സൈന്യാധിപ നമ്മുടെ പ്രിയപ്പെട്ട അമ്മയോട് ചേർന്ന് കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അവിടുത്തെ പ്രിയപ്പെട്ട മക്കളായ ഞങ്ങളെ അമ്മയോട് ചേർന്ന് ആയിരിക്കുവാൻ അങ്ങ് തിരുമനസായതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ലോകം മുഴുവനെയും ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും എല്ലാ രോഗപീഠകളെയും ഞങ്ങൾ അനുഭവിക്കുന്ന മഹാമാരിയെയും എല്ലാ സാമ്പത്തിക പ്രതിസന്ധികളെയും പ്രതികൂലങ്ങളെയും ഞങ്ങളുടെ എല്ലാ ഞെരുക്കങ്ങളെയും തകർച്ചകളെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാം നഷ്ടമായി ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള വലിയ വേദനയിലായിരിക്കുന്ന ശിൽഹന്മാരെ ഈശോയെ അങ്ങയുടെ ഉത്ഥാനത്തിന് ശേഷം സ്വർഗാരോഹണത്തിന് ശേഷം പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മാതൃത്വത്തിലും സംരക്ഷണത്തിലും നേതൃത്വത്തിലും സഹ്യോൻ ഉട്ടിശാലയിൽ ചേർത്ത് പിടിച്ച് അമ്മയോട് ചേർന്നിരുന്ന് വലിയ ദാഹത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകത്താൽ ശിൽഹന്മാരും 120ഓളം വരുന്ന ആ ദൈവമക്കൾ നിറയപ്പെട്ടതുപോലെ ഈ സമയം ഈ ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും ഉന്നതമായ അഭിഷേകം പരിശുദ്ധ അമ്മയുടെ സജീവ സാന്നിധ്യത്തിൽ നിറയപ്പെടുവാനിടയാകട്ടെ. ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിലേക്ക്, ഞങ്ങളുടെ ശരീരത്തിലേക്ക്, കുടുംബത്തിലേക്ക്, ജീവിതത്തിലേക്ക്, തകർച്ചകളിലേക്ക്, മഹാമാരിയുടെ സകല മേഖലകളിലേക്കും പരിശുദ്ധാത്മശക്തി ഇപ്പോൾ വന്ന് നിറയട്ടെ. അമ്മയോട് ചേർന്ന് ശിൽഹന്മാരോടും വിശുദ്ധരോടും രക്തസാക്ഷികളോടും ചേർന്ന് വലിയ ദാഹത്തോടെ നമുക്ക് പാടാം. ആത്മാവാം ദൈവമേ എന്നിൽ വന്ന് നിറയണമേ. ആത്മാവാം ദൈവമേ വരണേ, ഓ പരിശുദ്ധാത്മാവേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. വലിയ ദാഹത്തോടെ പാടാം. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. വലിയ ദാഹത്തോടെ ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, പരിശുദ്ധാത്മാവേ സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, ഓ പരിശുദ്ധാത്മാവേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. വലിയ അഭിഷേകമായി, ശക്തിയായി, സൗഖ്യമായി, വിടുതലായി, ധൈര്യമായി പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ. ശിൽഹന്മാരെ ബലപ്പെടുത്തിയതുപോലെ, വചനത്തിൽ ഉറപ്പിച്ചതുപോലെ, മുന്നോട്ട് പോകാനുള്ള കൃപ നൽകിയതുപോലെ, വലിയ അഭിഷേകത്തിൽ നിറച്ചതുപോലെ ഈ സമയം സകല മക്കളിലും പരിശുദ്ധ അമ്മയുടെ ശക്തമായ സാന്നിധ്യത്തിലായിരിക്കുന്ന സകല മക്കളിലും കുടുംബങ്ങളിലും ഓ പരിശുദ്ധാത്മാവേ അവിടുന്ന് നിറയണമേ എന്ന് വലിയ ദാഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. പാപത്താൽ ഞാൻ തകർന്നിടുമ്പോ രക്ഷിപ്പാൻ നിൻ കരം നീട്ടണേ. പാപത്താൽ ഞാൻ തകർന്നിടുമ്പോ രക്ഷിക്കണമേ, രക്ഷിപ്പാൻ നിൻ കരം നീട്ടണേ. ആത്മാവാം ദൈവമേ, ആത്മാവാം ദൈവമേ വരണേ, വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഓ പരിശുദ്ധാത്മാവേ, ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. സ്വർഗ്ഗത്തോട് ചേർന്ന് ആത്മാവേ മാലാഖമാരോട് ചേർന്ന് സകല വിശുദ്ധരോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ എല്ലാ മക്കളിലേക്ക് വന്ന് നിറയണമേ, എല്ലാ കുടുംബങ്ങളിലേക്ക് വന്ന് നിറയണമേ, സാമ്പത്തിക തകർച്ചകളിലേക്ക് വന്ന് നിറയണമേ.
ജീവൻ നൽകുന്ന ആത്മാവേ നിറയണമേ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ദൈവിക ശക്തി വ്യാപരിക്കട്ടെ. ദൈവകൃപ നിറയട്ടെ. ആത്മാവേ വരണമേ. ആത്മാവേ വരണമേ. ആത്മാവേ വരണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കണമേ. വലിയ അഭിഷേകത്തിലും വലിയ ശക്തിയിലും നിറയപ്പെടുവാൻ, ധീരതയോടും കരുത്തോടും കൂടെ മുന്നോട്ട് പോകുവാൻ അമ്മയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, സൈന്യാധിപ ആകുന്ന പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ ഒക്ടോബർ മാസത്തിലെ ഈ പുണ്യദിനങ്ങളിൽ നമ്മളായിരിക്കുമ്പോൾ വലിയ സന്തോഷത്തോടു കൂടി നമുക്ക് അമ്മയുടെ കൂടെയായിരിക്കാം. ആ വാക്ക് തന്നെ സൈന്യാധിപ നമുക്കൊരു വലിയ കരുത്തും ഒരു ബലവും ഒരു ശക്തിയും നൽകുന്ന വലിയ ഒരു സാന്നിധ്യമാണ്. നമുക്കറിയാം, അമ്മയുടെ സാന്നിധ്യം എന്ന് പറയുമ്പോൾ തന്നെ കൃപ നിറഞ്ഞ സാന്നിധ്യമാണ്. അമ്മയുടെ ശക്തി എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ സ്വാധീനമേൽക്കാത്ത, ലോകത്തിൻ്റെ സ്വാധീനമേൽക്കാത്ത, ജഡത്തിൻ്റെ സ്വാധീനമേൽക്കാത്ത, സ്വർഗത്തിൻ്റെ സാന്നിധ്യത്താലും അഭിഷേകത്താൽ നിറയപ്പെട്ട വലിയ കരുത്തിൻ്റെ സാന്നിധ്യമാണ് നമ്മുടെ അമ്മയുടെ സാന്നിധ്യം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ദൈവമക്കളെ, അമ്മയുടെ കരുത്ത് നോക്കിക്കേ. അമ്മയുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ സഹനത്തിൽ അമ്മയുടെ കരുത്ത്, തിരസ്കരണത്തിൽ അമ്മയുടെ കരുത്ത്, ദാരിദ്ര്യത്തിൽ അമ്മയുടെ കരുത്ത്, പൈശാചിക പീഡകളിൽ അമ്മയുടെ കരുത്ത്, എല്ലാ മേഖലകളിലും അമ്മയുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ എങ്ങും പതറാത്ത, എങ്ങും വീഴാത്ത, എങ്ങും ഇടറാത്ത കരുത്തിൻ്റെ ബലത്തിൻ്റെ സാന്നിധ്യമാണ് പരിശുദ്ധ അമ്മ. കുരിശൻ ചുവട്ടിലേക്ക് നോക്കിയാൽ മതി, അമ്മയുടെ കരുത്ത് വരണമെങ്കിൽ. ഏതൊരു മനുഷ്യനും തകർന്നു പോകുന്ന സമയം, ഏതൊരു മനുഷ്യനും ആകപ്പാടെ പതറിപ്പോകുന്ന സമയം, ചിലപ്പോൾ ബോധം കെട്ട് പോലും വീണു പോയേക്കാം. എന്നാൽ അവിടെയും അമ്മ പതറാതെ വലിയ ധൈര്യത്തോടും ധീരതയോടും കൂടി അമ്മ നിന്നു. വിശുദ്ധ അൽഫോൺസസ് ലിഗോരി ഇതിനെക്കുറിച്ച് പറയുന്ന അമ്മയുടെ കരുത്തിനെ കുറിച്ച് പറയുമ്പോൾ, ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത് കുരിശിൽ മരിക്കാനാണ്. ഈശോ ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിച്ചത് മനുഷ്യൻ്റെ പാപങ്ങൾ ഏറ്റെടുക്കാനാണ്. ഈശോയ്ക്ക് ഉണ്ടാകാൻ പോകുന്ന സഹനങ്ങളെക്കുറിച്ചൊക്കെ പരിശുദ്ധ അമ്മയ്ക്ക് അറിയാം. അതോടൊപ്പം തന്നെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന സഹനങ്ങൾ എന്തൊക്കെയാണ്? കാലിത്തൊഴുത്ത്, ഈജിപ്തിലേക്കുള്ള പലായനം, യൗസേപ്പിതാവിൻ്റെ, ഇനി യൗസേപ്പിതാവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. യൗസേപ്പിതാവിനെ കുറിച്ചുള്ള ഒരു പുസ്തകമുണ്ട്, മേരി അഗ്രഡയുടെ സിറ്റി ഓഫ് ഗോഡ് എന്ന് പറഞ്ഞൊരു പുസ്തകത്തിൽ, തിരുക്കുടുംബത്തെക്കുറിച്ച് പറയുന്ന ആ പുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്. 8 വർഷക്കാലം യൗസേപ്പിതാവ് അവസാന നാളുകളിൽ രോഗിയായിരുന്നു. അതിൽ 3 വർഷക്കാലം യൗസേപ്പിതാവ് കിടപ്പ് രോഗിയായിരുന്നു. അവിടെയൊന്നും അമ്മ പതറിയില്ല. ആ കുരിശിൻ്റെ ചുവട്ടിലേക്ക്, അല്ലെങ്കിൽ കുരിശിൻ്റെ പിന്നാലെ നോക്കിക്കേ. നിരാശയില്ലാതെ, പരാതിയില്ലാതെ, പരിഭവമില്ലാതെ, ആരെയും കുറ്റപ്പെടുത്താതെ, ആരെയും ശപിക്കാതെ ആ പിന്നാലെ നടന്നു. അവരെ ശ്ലീഹന്മാർ ഇട്ടിട്ട് പോയി, ആരും കൂടെയില്ല. ആ പടയാളികൾ ഈശോയെ ക്രൂരമായി പീഡിപ്പിക്കുന്നുണ്ട്. കുരിശിൽ തറയ്ക്കുന്ന രംഗങ്ങളൊക്കെ നമുക്കറിയാം. അവിടെ അമ്മയ്ക്കറിയാം ഇതൊക്കെ സംഭവിക്കേണ്ടതാണ്. അമ്മ ആ ഒരു അഭിഷേകത്തിൻ്റെ ശക്തി നിറഞ്ഞ് നമ്മുടെയൊക്കെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ, പലപ്പോഴും സഹനങ്ങൾ, കഷ്ടപ്പാടുകൾ, രോഗങ്ങൾ, തിരസ്കരണങ്ങൾ, ഒറ്റപ്പെടുത്തലുകൾ, കഷ്ടപ്പാടുകൾ നമ്മുടെ ജീവിതത്തിൽ വലിയ അഭിഷേകമായിട്ട്, കൃപയായിട്ട്, ശക്തിയായിട്ട് കടന്നു വരും. ആ സമയത്തൊക്കെ പതറാതിരിക്കുന്ന ഒരു കരുത്തുണ്ട്. അത് അമ്മയിൽ നിന്ന് പഠിക്കണം. അൽഫോൺസ് ലിഗോരി പറയാണ്, അതായത് ഈ പടയാളികൾ ഈശോയെ കുരിശിൽ തറച്ചില്ലായിരുന്നുവെങ്കിൽ പരിശുദ്ധ അമ്മ തന്നെ ഈശോയെ കുരിശിൽ തറച്ചേന്. നിങ്ങളിപ്പോൾ വിചാരിക്കും എന്തീ പറയണെന്ന്. കാരണം മറ്റൊന്നല്ല പ്രിയപ്പെട്ട മക്കളെ, ഈശോ കുരിശിൽ മരിച്ചാലേ മാനവരക്ഷയുള്ളൂ. രക്തം ചിന്താതെ പാപപരിഹാരമില്ല,
അതുകൊണ്ട് ഈശോ കുരിശിൽ മരിച്ച മതിയാകൂ. ആ കുരിശിലെ പൂർത്തീകരിക്കപ്പെടുന്ന കുരിശുമരണത്തിൻ്റെ ആ പൂർണ്ണതയാണ് രക്ഷാകര പദ്ധതിയുടെ പൂർണ്ണത. ആ ഈശോ മരിച്ച പറ്റൂ. അതുകൊണ്ട് അമ്മയ്ക്കറിയാം. അതുകൊണ്ട് നോക്കിക്കേ, അമ്മ ആ കുരിശിൻ ചുവട്ടിൽ തൻ്റെ പ്രിയപ്പെട്ട മകൻ്റെ കൂടെ നിൽക്കുന്ന കരുത്ത്. ഇതൊരു യുദ്ധമാ. പാപത്തിനെതിരെ കുരിശിലെ മരണമെന്ന് പറഞ്ഞാൽ പാപത്തിനെതിരെ യുദ്ധം, ശാപത്തിനെതിരെ യുദ്ധം, മരണത്തിനെതിരെ യുദ്ധം, സാത്താനെതിരെ യുദ്ധം. ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ യുദ്ധമാണ് കുരിശിൽ നടക്കുന്ന യുദ്ധം. ആ യുദ്ധത്തിൽ സഹരക്ഷകയായി ഇതാ കുരിശിന്റെ ചുവട്ടിൽ പരിശുദ്ധാമ്മ നിന്നു. അതാണ് സൈന്യാധിപ അമ്മയുടെ കരുത്ത്. അതിനുശേഷം തൻ്റെ പ്രിയപ്പെട്ട മകനെ മടിയിൽ കിടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാകുല മാതാവിന് ചിത്രം നമ്മുടെയൊക്കെ ചങ്കിലേറുന്ന ചിത്രമാണ്. അതും സൈന്യാധിപയുടെ മറ്റൊരു കരുത്തിൻ്റെ സാന്നിധ്യമാണ്. പ്രിയപ്പെട്ട മക്കളെ, ഈ സൈന്യാധിപയാകുന്ന അമ്മയോട് കൂടെ ഈ ലോക ജീവിതത്തിൽ ഈ ശാപം നിറഞ്ഞ, ഈ രോഗം നിറഞ്ഞ, ഈ മഹാമാരി നിറഞ്ഞ, ഈ കഷ്ടപ്പാട് നിറഞ്ഞ ദുഷ്ടന്റെ ശക്തി വലയത്തിൽപ്പെട്ട ഈ ലോകത്തിൽ പ്രിയപ്പെട്ട മക്കളെ, അമ്മയുടെ ഈ കരുത്തിൻ്റെ സാന്നിധ്യം, ഈ സൈന്യാധിപയുടെ ശക്തമായ സാന്നിധ്യം നമുക്ക് നമ്മുടെ കുടുംബങ്ങൾക്കും ലോകത്തിനും അനുഗ്രഹത്തിൻ്റെ സാന്നിധ്യമാണ്. അമ്മയുടെ വലിയ കരുത്ത്. ഇവിടെയൊന്നും പിശാചിന് ഒരവസരം കിട്ടിയില്ല. ജന്മപാപമില്ലാതെ ജനിച്ചതുകൊണ്ട് തന്നെ പിശാചിന് അമ്മയെ ജനിച്ചപ്പോൾ തന്നെ പിശാചിന് അമ്മേനെ പേടിയാ. പിശാചിന് അമ്മേനെ പേടിയാ. കാരണം പാപമുള്ളിടത്തെ പിശാചിന് അവകാശമുള്ളൂ. ജന്മപാപമില്ലാതെ ആ അമ്മ ജനിച്ചതുകൊണ്ട് തന്നെ പിശാചിന് ജനിച്ച നിമിഷം മുതൽ പിന്നീട് കർമ്മപാപമില്ല. കൃപയുടെ നിറവിൽ, അഭിഷേകത്തിൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതിന് ശക്തി നിന്റെ മേൽ ആവസിക്കും. വചനം മാംസം ധരിച്ചു. ആ വലിയ ശക്തി. അതുകൊണ്ട് തന്നെ പിശാചിന് ഒരിക്കലും അവകാശം കിട്ടിയിട്ടില്ല. മാത്രമല്ല, നമുക്കറിയാം, നിരാശ വരുമ്പോൾ നമ്മളൊക്കെ പതറിപ്പോവും. അവിടെ പിശാചിന് അവസരം കിട്ടും. സങ്കടം വരുമ്പോൾ, പിറുപിറുക്കുമ്പോൾ പിശാചിന് അവകാശം കിട്ടും. മാതാവ് ഒരിക്കലും പിറുപിറുത്തില്ല. മാതാവ് ഒരിക്കലും നിരാശപ്പെട്ടില്ല. മാതാവ് ഒരിക്കലും പരാതിപ്പെട്ടില്ല. മാതാവ് ദൈവഹിതത്തിന് സമർപ്പിച്ചു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇതൊക്കെയാണ് മാതാവിൻ്റെ കരുത്ത്. ഇതാണ് ഈ സൈന്യാധിപയാകുന്ന മാതാവിൻ്റെ വലിയ കരുത്ത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഈ അമ്മ നമ്മുടെ കൂടെ വേണം. എന്തിനാ? ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അമ്മ കടന്നു പോയ ഈ കാര്യങ്ങളൊക്കെ നമ്മളും അനുഭവിക്കേണ്ടി വരും. ആ സമയത്ത് അമ്മ നമ്മുടെ കൂടെ വേണം. അതുകൊണ്ടാണ് കുരിശിൻ്റെ ചുവട്ടിൽ പരിശുദ്ധാമ്മ നിൽക്കുന്നു, യോഹന്നാൻ നിൽക്കുന്നു. ശിഷ്യന്മാരുടെ പ്രതീകമായിട്ട് യോഹന്നാനെ കാണാം. ആ സമയത്ത് ഏതൊരു മകനും ചെയ്യുന്ന പ്രവൃത്തി എന്തായിരിക്കും? തൻ്റെ അമ്മ വിധവയാ. തൻ്റെ അമ്മ ഇപ്പോൾ മുതൽ ആരുമില്ലാത്തവളായി മാറുകയാ, അനാഥയാ. തീർച്ചയായിട്ടും യോഹന്നാനോട് പറയണം, യോഹന്നാനെ, അമ്മേനെ നോക്കണട്ടോ, അമ്മയ്ക്ക് ആരുമില്ലട്ടോ, ഞാൻ പോവാ, അങ്ങനെ ഏൽപ്പിക്കേണ്ടതായിരുന്നു. പക്ഷെ നോക്കിക്ക മക്കളെ, അമ്മയുടെ നിൽപ്പ്, സൈന്യാധിപയുടെ നിൽപ്പ്, കരുത്തിന് നിൽപ്പാ. അതുകൊണ്ട് അനാഥനായി പോയത് ശിഷ്യന്മാരാ. അതുകൊണ്ട് ഈശോ പറയാണ്, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അമ്മയോട് പറയാ, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അനാഥയായ വിധവയായ അമ്മയെന്ന് ലോകത്തിന് തോന്നും. പക്ഷേ യേശുവിൻ്റെ മുമ്പിൽ വിജയം വരിച്ച സാത്താനെ, ലോകത്തെ, ജഡത്തെ, സഹനത്തെ, കഷ്ടപ്പാടിനെ പരാജയപ്പെടുത്തി നിൽക്കുന്ന ധീരതയായ സ്ത്രീയാണ് പരിശുദ്ധയമ്മ. അതുകൊണ്ട് പറയാണ്, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അതിലൂടെ യോഹന്നാന് സുരക്ഷിതമായ ഒരു ഇടം ഈശോ നൽകുകയാണ്. അതിനുശേഷമാണ് യോഹന്നാനോട് പറഞ്ഞ, മോനെ യോഹന്നാൻ എന്നല്ല വിളിച്ചേ, അവൻ്റെ നേരെ തിരിഞ്ഞു. അത് നമ്മുടെ ഓരോരുത്തരുടെയും പ്രതീകമാണ്. എന്ന് പറയാണ്, ഇതാ നിന്റെ അമ്മ. അതിലൂടെ എൻ്റെ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞെ, എന്നെയും നിന്നെയും ശക്തമായ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ടാണ് ഈശോ കുരിശിൽ നമുക്ക് വേണ്ടി രക്തം ചിന്തി മരിച്ചത്. ഈ അമ്മ കരുത്തുള്ള. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എനിക്ക് വാക്ക് കേട്ടപ്പോൾ തന്നെ സ്വർഗത്തിൻ്റെ സൈന്യാധിപ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേതൃത്വം നൽകാൻ, നമ്മെ കരുത്തോടെ കാത്തു സൂക്ഷിക്കാൻ, ഇതിൽ പരം കരുത്തുള്ള ഒരു സാന്നിധ്യം പരിശുദ്ധ അമ്മയെ പോലെ വേറെ ആരുമില്ല. ഉൽപ്പത്തി 3:15 അവിടെ ദൈവമായ കർത്താവ് സർപ്പത്തോട് പറഞ്ഞു, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും.
ശ്രദ്ധിച്ച മക്കളെ, ദൈവമായ കർത്താവ് സർപ്പത്തോട് പറയാ, നീയും സ്ത്രീയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ശത്രുക്കളുണ്ട്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ നശിപ്പിക്കാൻ, നമ്മുടെ കുടുംബങ്ങളെ തകർക്കാൻ, സഭയെ തകർക്കാൻ, രാജ്യങ്ങളെ തകർക്കാൻ, നമ്മുടെ പൗരോഹിത്യത്തെ തകർക്കാൻ, സഭയെ തകർക്കാൻ ശത്രുക്കൾ അതിശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ദൈവമായ കർത്താവ് ഈ ശത്രുവിനെതിരെ ഒരു ശത്രുത ഉളവാക്കി എന്ന് പറഞ്ഞാൽ, ശത്രുവിനെതിരെ എന്തിനാണ് ശത്രുത ഉണ്ടാക്കുന്നത്? അല്ലെങ്കിൽ ഒരു ശത്രുത ഉണ്ടാക്കുന്നത് എന്തിനാണ്? ഒരു ആയുധത്തിനാണ് സാധിക്കത്തുള്ളൂ. ശത്രുവിനെതിരെ ശത്രുത ഉണ്ടാക്കുന്ന, അവനെ നശിപ്പിക്കുന്ന, അവനെ തകർക്കുന്ന, അവനെ ഇല്ലാതാക്കുന്ന ശക്തമായ സാന്നിധ്യമായിട്ട് ഇതാ ഒരു സ്ത്രീയെ ദൈവമായ കർത്താവ് നിയോഗിച്ചു. ശത്രുവിനെതിരെ ശക്തമായ ഉപകരണം, അവൾ നിന്റെ തല തകർക്കും. ഈ സ്ത്രീ, നമുക്കറിയാം വെളിപാടിന്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ ഈ സ്ത്രീ നിന്റെ തല തകർക്കും. ഈ സ്ത്രീയെ, ഈ പരിശുദ്ധ അമ്മയെ, ഈ കരുത്തിന്റെ സാന്നിധ്യമായ പരിശുദ്ധ അമ്മയെ, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് വേണ്ടി ദൈവമായ കർത്താവ് സാത്താനെതിരെയുള്ള ശക്തമായ ആയുധമാക്കി. അത് ദൈവമാക്കിയതാ. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ കൃപ നിറഞ്ഞ, ഈ ജീവന്റെ സമൃദ്ധിയാൽ നിറയപ്പെട്ട, എല്ലാത്തിൻ്റെ മേൽ ആധിപത്യമുള്ള, അധികാരമുള്ള എല്ലാത്തിനെയും തകർത്തെറിഞ്ഞുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട മകന്റെ കുരിശിന്റെ ചുവട്ടിൽ കരുത്തോടെ നിന്ന ഈ ധീരയായ പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൻ്റെ, ലോകത്തിൻ്റെ വലിയ സംരക്ഷകയാണ്. ഈ സാത്താനെതിരെയുള്ള യുദ്ധത്തിൽ അമ്മ നമുക്ക് സൈന്യാധിപയാണ്. ഈ സൈന്യാധിപയാകുന്ന പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ, അമ്മയെ നമുക്ക് വേണ്ടത് നമ്മുടെ ജീവിതത്തിൻ്റെ നിറസാന്നിധ്യമായിട്ടാണ്. ഈ ഒക്ടോബർ മാസം നമ്മളെല്ലാവരും ഒത്തിരി ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കുന്ന മാസമാണ്. ലോകത്തിന് നാനാഭാഗത്ത് ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടാനുകോടി മക്കള് ഒരുമയോടെ ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് എളിമയോടെ പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ എന്ന് ചങ്കുപൊട്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കണമെന്നറിയോ? ഈ സൈന്യാധിപിയാകുന്ന പരിശുദ്ധ അമ്മ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരും. നമ്മുടെ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, അമ്മ ഇറങ്ങി വരും. ജപമാലകൾ ചൊല്ലിക്കൂട്ടുന്നതിലല്ല പ്രാധാന്യം, പിന്നെയോ ആ വിളി, ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തേ. നിസ്സഹായതയുടെ പടുകുഴിയിൽ, രോഗത്തിൻ്റെ വേദനയിൽ, സാമ്പത്തിക ഞെരുക്കത്തിൽ, പൈശാചിക പീഡകളിൽ എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോൾ, പാപത്തിൻ്റെ ശക്തി കടന്നു വരുമ്പോൾ, പല പല ആധിപത്യങ്ങളും അധികാരങ്ങളും കൊണ്ട് സാത്താൻ കടന്നു വരുമ്പോൾ, പ്രിയപ്പെട്ട മക്കളെ, ഈ അമ്മയെ വിളിച്ച് ശക്തമായിട്ട് പ്രാർത്ഥിച്ചാൽ അമ്മ ഇറങ്ങി വരും. ഇന്ന് ഈ സൈന്യാധിപയാകുന്ന പരിശുദ്ധ അമ്മയുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് 2-3 കാര്യങ്ങൾ, ചരിത്രത്തിൽ അമ്മ ഇടപെട്ട കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കണം. 13-ാം നൂറ്റാണ്ടിൽ ആൽബജൻസിയൻ പാഷണ്ഡത നമ്മുടെ ജപമാലയുടെ കൊന്തയുടെ ആരംഭമാണ്. ചരിത്രം നമുക്കറിയാം. അതായത് ആൽബജൻസിയൻ പാഷണ്ഡത, ആ പാഷണ്ഡത എന്ന് പറഞ്ഞാൽ ഫ്ലഷ് ഈസ് ഈവിൾ, ജഡം തിന്മയാണ്, പൈശാചികമാണ്, മ്ലേച്ഛമാണ്. അതുകൊണ്ട് മനുഷ്യാവതാരം അതിൽ തന്നെ തിന്മയാണ്. ദൈവം ഒരിക്കലും മാംസം ധരിക്കത്തില്ല. അങ്ങനെ പറഞ്ഞ് മനുഷ്യാവതാരത്തെ തിരസ്കരിക്കുന്ന ഒരു പഠിപ്പിക്കല്, ഒരു പാഷണ്ഡത കടന്നു വരികയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈശോ മരിച്ചിട്ടില്ല, ഈശോ ഈ ലോകത്തിൽ വന്നിട്ടില്ല, ഈശോയുടെ പാപപരിഹാര ബലിയെ നിഷേധിക്കുന്ന ഒത്തിരി പഠിപ്പിക്കലുകൾ ലോകത്തിൽ പലപ്പോഴായിട്ട് കടന്നു വന്നിരുന്നു. അതുപോലെ മനുഷ്യാവതാരത്തെ ഇല്ലെന്ന് പറയുന്ന ഒരു പഠിപ്പിക്കൽ, ആൽബജൻസിയൻ പാഷണ്ഡത. നമുക്കറിയാം, ഈശോ ഭൂമിയിലേക്ക് വന്നിട്ടില്ലെങ്കിൽ, ഈശോ കുരിശിൽ മരിച്ചിട്ടില്ലെങ്കിൽ, ഈശോ രക്തം ചിന്തിയിട്ടില്ലെങ്കിൽ നമുക്ക് പാപപരിഹാരമില്ല. അപ്പൊ ഈശോയെ മാറ്റി ഈശോയുടെ ബലി സ്വന്തമാക്കാതെ മനുഷ്യ മക്കൾ ജീവിച്ചാൽ പിശാചിന് അവന്റെ മേൽ ആധിപത്യമുണ്ട്, അധികാരമുണ്ട്, ശക്തിയുണ്ട്. ഈ പഠിപ്പിക്കൽ ശക്തമായപ്പോൾ വിശുദ്ധ ഡൊമിനിക്, ഒരു അഗസ്തീനിയൻ സന്യാസിയായിരുന്നു, അദ്ദേഹം ഈ പാഷണ്ഡതയ്ക്കെതിരെ ശക്തമായിട്ട് പ്രസംഗിക്കാൻ തുടങ്ങി. ശക്തമായിട്ട്, നല്ല പ്രാസംഗികൻ. അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ അർത്ഥം തന്നെ ഡൊമിനിക്കാനിസ്, ഡൊമിനിക്,
അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ പട്ടീന്ന. അതിനൊരു ചരിത്രമുണ്ട്. ഈ ഡൊമിനിക്ക് അമ്മ അവനെ ഗർഭം ധരിച്ച സമയത്ത് രാത്രിയിൽ അമ്മ ഒരു സ്വപ്നം കണ്ടു. എന്തെന്നൊരു സ്വപ്നം? ഒരു പട്ടിയെ പ്രസവിക്കണത്. പട്ടിയെ പ്രസവിക്കണം. അമ്മ ആകെ ഒന്ന് അസ്വസ്ഥപ്പെട്ടെങ്കിലും നല്ല ഒരു കോമളനായ ഒരു മകന് ജന്മം കൊടുക്കുക. അത് കഴിഞ്ഞപ്പോൾ അമ്മ ആ കുഞ്ഞിന് പേരിട്ടു ഡൊമിനിക്, ദൈവത്തിൻ്റെ പട്ടി. ദൈവത്തിൻ്റെ പട്ടിയായിട്ട് അവൻ ജീവിക്കുന്നു. പട്ടി കുരയ്ക്കണം, പട്ടി പട്ടിയുടെ സ്വഭാവം നമുക്കറിയാം, കാവൽ നിൽക്കണം, കുരയ്ക്കണം, ശത്രുവിനെ ഓടിക്കണം. അപ്പോൾ ഈ ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് കർത്താവിന് വേണ്ടി കുരയ്ക്കുന്ന പട്ടിയായിട്ട് ഡൊമിനിക്ക് ജീവിക്കണം. അതുകൊണ്ട് തന്നെ ഈ ആൽബജൻസിയൻ പാഷണ്ഡതയ്ക്കെതിരെ ഈ ഡൊമിനിക്ക് ശക്തമായിട്ട് കുരയ്ക്കാൻ തുടങ്ങി, പ്രസംഗിക്കാൻ തുടങ്ങി. പക്ഷെ പ്രിയപ്പെട്ട മക്കളെ, യാതൊരു മാറ്റം ഉണ്ടായില്ല. അവസാനം നിരാശയുടെ പടുകുഴിയിൽ ഈ ഡൊമിനിക്ക് ചെയ്ത പ്രവൃത്തി, ഫ്രാൻസിൽ ടുളൂസിനടുത്തുള്ള ഒരു വനാന്തരത്തിൽ പോയി ഈ ഡൊമിനിക്ക് ചങ്കുപൊട്ടി പ്രാർത്ഥിക്കാം. ഉപവാസം എടുത്ത് ത്യാഗം ചെയ്ത് സ്വന്തം ശരീരം മുറിവേൽപ്പിച്ച് വലിയ ദാഹത്തോടെ നിലവിളിച്ച് പ്രാർത്ഥിക്കാം. 3-ാം ദിവസം പരിശുദ്ധ അമ്മ മാലാഖമാരാൽ പരിസേവിതയായിട്ട് കടന്നു വന്നിട്ട് ഡൊമിനിക്കിനോട് പറയുകയാണ്, ഡൊമിനിക്കെ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ, മനുഷ്യ മക്കൾ നശിച്ചു പോകുന്ന സാഹചര്യങ്ങളിൽ സ്വർഗം അതിനെതിരെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്ന ആയുധം എന്തെന്ന് എനിക്കറിയോ? അപ്പൊ ഡൊമിനിക്ക് പറഞ്ഞു, കുരിശിന്റെ ചുവട്ടില് രക്ഷാകര പദ്ധതിയിൽ ധീരതയോടെ നിന്ന് സഹരക്ഷകയായി തീർന്ന പരിശുദ്ധ അമ്മയ്ക്കല്ലേ അറിയൂ, എനിക്കറിയത്തില്ല, അമ്മ തന്നെ പറ. അപ്പോൾ പരിശുദ്ധ അമ്മ ഡൊമിനിക്കിനോട് പറഞ്ഞു, റീസൈറ്റ് ദി എൻജലിക് സാൾട്ടർ. മാലാഖയുടെ പ്രകീർത്തനം ആവർത്തിച്ചാവർത്തിച്ച് ഉരുവിട്. എന്താണ് മാലാഖ പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് വന്നിട്ട് അമ്മയെ അഭിസംബോധന ചെയ്തു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. അതാണ് മാലാഖയുടെ പ്രകീർത്തനം. അത് ആവർത്തിച്ച് ഉരുവിടാൻ വേണ്ടി പറയണം. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, അങ്ങനെ ഈ ഡൊമിനിക്ക് വലിയ തിരിച്ചറിവോടുകൂടി കത്തീഡ്രൽ പള്ളിയിലേക്ക് വരിക. ആ സമയത്ത് നമ്മൾ കാണുന്നുണ്ട്, അവിടെ മാലാഖമാര് പള്ളിയുടെ മണിയടിക്കുന്നു. മണിയടിയുടെ സ്വരം കേട്ടു. ആളുകൾ നോക്കിയപ്പോൾ മണിയടിക്കാൻ ആരുമില്ല, പക്ഷെ മണിയടിച്ചുകൊണ്ടിരിക്കുക. ആളുകളൊക്കെ അത്ഭുതത്തോടു കൂടി ദേവാലയത്തിലേക്ക് വരുന്നു. ആ സമയത്ത് പ്രകൃതിക്ഷോഭം, വലിയ പാറകൾ പൊട്ടുന്നു, ഭയങ്കരമായ അടയാളങ്ങൾ സംഭവിക്കുക. ജനം ഭയന്ന് വിറച്ചിട്ടുന്ന പോലെ ഓടി ദേവാലയത്തിലേക്ക് കടന്നു വരികയാണ്. അതുവരെ ദേവാലയത്തിൽ കയറാത്ത മക്കള്, അതുവരെ ദേവാലയം വിട്ടിറങ്ങിപ്പോയ മക്കള്, ഈ ഭാഷണത്തിന് പിന്നാലെ വചനത്തെ വിട്ട്, കൂദാശ വിട്ട്, ദേവാലയം വിട്ട് ഇറങ്ങിപ്പോയ മക്കള് ഈ സമയം ദേവാലയത്തിലേക്ക് കടന്നു. ആ സമയത്ത് നമ്മൾ കാണുന്നുണ്ട്, ആ കത്തീഡ്രൽ പള്ളിയിലെ പരിശുദ്ധാമ്മയുടെ തിരുസ്വരൂപത്തിൻ്റെ കരങ്ങൾ ഉയർന്ന് 3 വട്ടം ഈ മക്കളെ ആശീർവദിച്ചു. അതിനുശേഷമാണ് ഡൊമിനിക്ക് കയറിയിട്ട് അമ്മ പറഞ്ഞ കാര്യം പറഞ്ഞുകൊണ്ട് ആ ജനത്തെ ഈ പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചു. ദൈവകൃപ, ഈ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥനയുടെ 2 ഭാഗമുണ്ട്. ആദ്യത്തെ ഭാഗം അതൊരു അഭിസംബോധനയാണ്. എന്താണ് ഒന്നാമത്തെ അഭിസംബോധന? പരിശുദ്ധ അമ്മയെ മാലാഖ അഭിസംബോധന ചെയ്ത പ്രാർത്ഥന. നമ്മൾ ഈ അർത്ഥം മനസ്സിലാക്കണം. എന്താണ് മാലാഖ പറഞ്ഞ? ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ. ശരിക്കും നമ്മൾ ഇത് അർത്ഥം മനസ്സിലാക്കിയിട്ട് വിളിച്ച് പ്രാർത്ഥിച്ചാലുണ്ടല്ലോ മക്കളെ, നമ്മുടെ വീട്ടിലേക്ക്, വിളിക്കുന്ന ഇടങ്ങളിലേക്ക്, ഏത് മേഖലയ്ക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുന്നുവോ ആ മേഖലയിലേക്ക്, ആ മഹാമാരിയിലേക്ക് പരിശുദ്ധ അമ്മ ഇറങ്ങിങ്ങോട്ട് വരും. ഒന്നാമത്തെ അഭിസംബോധന. 2-ാമത്തെ അഭിസംബോധനയാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞ എലിസബത്ത് പറയുകയാണ്, സ്ത്രീകളിൽ നീ അനുഗ്രഹീതയാകുന്നു, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. ഇത് എലിസബത്ത്, പരിശുദ്ധാത്മാവ് നിറഞ്ഞ എലിസബത്തിന്റെ അഭിസംബോധനയാണ്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ പ്രാർത്ഥന, ഈ അഭിസംബോധന, ഈ മാലാഖയുടെ പ്രകീർത്തനം, പരിശുദ്ധാത്മാവ് നിറഞ്ഞ എലിസബത്തിന്റെ പ്രകീർത്തനം ആവർത്തിച്ചൊരുവിടാൻ പറഞ്ഞു. അങ്ങനെ ആ ജനം ഉരുവിട്ടു. ആ പ്രാർത്ഥനയുടെ സാന്നിധ്യത്തിന്റെ ശക്തി കൃപ നിറഞ്ഞ അമ്മയുടെ സാന്നിധ്യത്തിന്റെ ശക്തിയായിരുന്നു. അതിനാൽ തന്നെ ആ സാന്നിധ്യത്തിൽ, ആ കൃപയുടെ ശക്തിയിൽ സൈന്യാധിപിയാകുന്ന പരിശുദ്ധ അമ്മ ഇറങ്ങി വന്ന് ഇടപെട്ടതിൻ്റെ പേരിൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ചരിത്രം നമുക്കറിയാം. ആൽബജൻസിയൻ പാഷണ്ഡത അതിനാൽ തന്നെ തകർക്കപ്പെട്ടു. ഇന്ന് ഈ കാലഘട്ടത്തിലും പ്രിയപ്പെട്ട മക്കളെ, ഇതിന് സമാനമായൊരു പാഷണ്ഡത പോലെ ഒന്ന് നമ്മുടെ നാട്ടിലും നമ്മുടെ ലോകത്തിലുമുണ്ട്. എന്താണ്? യേശു ക്രിസ്തുവിൻ്റെ കുരിശും മരണത്തെ നിഷേധിക്കുന്ന തെറ്റായ പഠിപ്പിക്കൽ. ആ പഠിപ്പിക്കലിനെ അപകടകരമായ പഠിപ്പിക്കലാണ്. യേശു കുരിശിൽ മരിച്ചിട്ടില്ല,
ആ യേശുവിന് പകരം മറ്റൊരു വ്യക്തിത്വത്തെ അവതരിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മക്കളെ യേശുവിൽ നിന്ന് യേശുവിനെ പ്രവാചകനായി മാത്രം കണ്ടുകൊണ്ട് സത്യദൈവമാകുന്ന യേശുവിൻ്റെ കുരിശുമരണത്തെ നിഷേധിക്കുന്ന തരത്തിൽ പിശാച് ഇന്ന് ശക്തമായിട്ട് പ്രവർത്തിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, അതിനെതിരെ നമ്മൾ ശക്തമായിട്ട് പ്രതികരിക്കണം. ഈ സാത്താനെ തകർക്കണം. എൻ്റെ യേശു കുരിശിൽ മരിച്ചവനാ. പൗലോസ്ലീഹ കൊരിന്തോസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോഴൊക്കെ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അത് ക്രൂശിതനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, മക്കളെ കർത്താവിൻ്റെ കുരിശുമരണം സ്വന്തമാക്ക്. എവിടെ ബലിയർപ്പണമുണ്ടോ, എവിടെ കർത്താവിൻ്റെ കുരിശിലെ ബലി അർപ്പിക്കപ്പെടുന്നോ അവിടെ നിറസാന്നിധ്യമാണ് പരിശുദ്ധ അമ്മ. പലപ്പോഴും വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ കുരിശിൻ ചുവട്ടിൽ ഈ അമ്മയുടെ സാന്നിധ്യം ശക്തമായിട്ട് അനുഭവിക്കാൻ അച്ഛന് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കും പലർക്കും കഴിഞ്ഞു കിട്ടുന്നുണ്ടാവും. കാരണം അമ്മ നിൽക്കാൻ ആഗ്രഹിക്കുന്നത് കുരിശിൻ്റെ ചുവട്ടിലാണ്. കാരണം ഈ കുരിശിൻ്റെ ചുവട്ടിലാണ് രക്ഷ. ഈ കുരിശിലൂടെ രക്ഷയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, കുരിശ് മരണത്തെ നിഷേധിക്കുന്ന ഒരു പഠിപ്പിക്കലും ക്രൂശിതനെ മാറ്റിയിട്ട് മറ്റ് ഒരു വ്യക്തിയെ അവതരിപ്പിച്ചാലും അതിൻ്റെ പിന്നാലെ നമ്മൾ ആരും പോയേക്കരുത്. അത് പൈശാചികമാണ്. ഈ കാലഘട്ടത്തിൽ അങ്ങനെ നമ്മുടെ ഒത്തിരിയേറെ മക്കളെ പല സ്നേഹത്തിലും പല എന്താ പറയുക പ്രലോഭനത്തിലും പെടുത്തി കൊണ്ടുപോയതിൻ്റെ ചരിത്രങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധ അമ്മയെ ഈ മേഖലയിൽ ശക്തമായിട്ട് വിളിച്ച് പ്രാർത്ഥിക്കാം. ഇനി രണ്ടാമത്തെ ഒരു മേഖലയാണ് 14-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിനെ മുഴുവൻ ഗ്രസിച്ച ഒരു മഹാമാരി, ബ്ലാക്ക് പ്ലേഗ്, ബ്ലാക്ക് ഡെത്ത് എന്ന് കൂടി പറയും. യൂറോപ്പിൻ്റെ 1/3 ജനസംഖ്യയെ കൊന്നൊടുക്കിയ മഹാമാരിയായിരുന്നു ഈ ബ്ലാക്ക് പ്ലേഗ്. നമ്മുടെ കൊറോണ വൈറസിൻ്റെ കാലഘട്ടം. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കാർന്നോന്മാരുടെയും ഓർമ്മയിൽ പോലും ഇല്ലാത്ത ഒരു കാലഘട്ടമാണിത്. ഇങ്ങനെ മഹാമാരി നമ്മുടെ ആരും കേട്ടറിവ് പോലും നമ്മുടെ പരിചയത്തിൽ, കാർന്നോന്മാർക്കും പോലും അറിയത്തില്ല. അതുപോലത്തെ മഹാമാരി ഇത് എങ്ങനെ എന്ന് തീരും ആർക്കും ഒരു പിടിയില്ല. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ സമയത്ത് യൂറോപ്പിനെ മുഴുവൻ ഈ ബ്ലാക്ക് പ്ലേഗ് 1346 തുടങ്ങിയ ആ സമയത്ത് ആ ജനം പ്രതികരിച്ച രീതി കേട്ടോട്ടോ. ആദ്യം തന്നെ ഈ ജനം, ദൈവം എവിടെ, പ്രാർത്ഥിച്ചിട്ടെന്ത് കാര്യം, പൗരോഹിത്യം എന്തിന് പള്ളി പോണം? അഹങ്കാരത്തിൻ്റെ പിടിയിൽ ഈ ജനം ദൈവത്തിൽ നിന്ന് അങ്ങേയറ്റം അകന്നുപോയി. ഈ മഹാമാരി വരാനുള്ള കാരണം തന്നെ പിന്നീട് ആ ജനം തിരിച്ചറിയുന്നുണ്ട്. പാപത്തിൻ്റെ, അഹങ്കാരത്തിൻ്റെ, ദൈവത്തെ വിട്ട് തന്നിഷ്ടം പോലെ ജീവിച്ചതിൻ്റെ അനന്തരഫലമായിരുന്നു ഈ മഹാമാരി. ഇത് അറിയാതെ അപ്പോഴും അഹങ്കരിച്ച് ഈ കാലഘട്ടത്തിൽ ചിലരെങ്കിലും പറഞ്ഞ പോലെ ദൈവമില്ല. ഈ കഴിഞ്ഞ ദിവസം പോലും ഒരു സഹോദരൻ പറയായിരുന്നു, നിങ്ങൾക്കിനി പ്രാർത്ഥനയ്ക്ക് നിർത്താറായില്ലേ, എന്തിനും ശുശ്രൂഷയൊക്കെ, ദൈവമൊന്നുമില്ല. ദൈവം ഉണ്ടെങ്കിൽ മഹാമാരി ഇങ്ങനെ വരുമോ? ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ വലിയ വിശ്വാസത്തോടു കൂടി പറയാണ്, ദൈവം അറിയാതെ ഒന്നും വരത്തില്ല. ഇവിടെ ദൈവത്തിന് ശക്തമായ പദ്ധതിയുണ്ട്. അത് ഈ കാലഘട്ടത്തിൽ മനുഷ്യമക്കൾ അറിയണം. അന്ന് ഈ ജനം അഹങ്കരിച്ചു, ദൈവത്തെ വിട്ടുപോയി. പക്ഷേ വിചാരിച്ച പോലെ മരുന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. മാത്രമല്ല ആയിരക്കണക്കിന് പേര് മരിച്ചു വീണുകൊണ്ടിരിക്കുക. മനുഷ്യൻ്റെ ബുദ്ധി, ശാസ്ത്രം എല്ലാം പരാജയപ്പെടും. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ ഈ മക്കൾ പതുക്കെ നിസ്സഹായ അവസ്ഥയിൽ എളിമപ്പെടാൻ തുടങ്ങി. എളിമപ്പെട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവമേ വിളിക്കാൻ തുടങ്ങി, ദൈവമേ. അപ്പോഴാണ് ഇവർ ഓർത്തെ, 13-ാം നൂറ്റാണ്ടിൽ ആൽബജൻസിയൻ പാഷണ്ഡതയെ തകർത്തെറിഞ്ഞ ദൈവകൃപ നിറഞ്ഞ അമ്മയുടെ സാന്നിധ്യവും അമ്മയുടെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ അതിശക്തമായിട്ട് സ്വർഗം ഇടപെട്ടതിൻ്റെ അനുഭവങ്ങളും ഈ മക്കളോട് അഭിഷിക്തർ പറയാൻ തുടങ്ങി. അത് അവർ ഓർത്തെടുത്തു. ചരിത്രത്തിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ അവർ ഓർത്തെടുത്തു. എന്നിട്ട് ഈ മക്കള് എളിമപ്പെട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ മക്കൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തേ, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
അതുവരെ ഉണ്ടായിരുന്നുള്ളൂ. ആ ബ്ലാക്ക് പ്ലേഗിൻ്റെ സമയത്താണ് രണ്ടാമത്തെ ഭാഗം വന്നത്. എന്ത്? എളിമയുടെ പടുകുഴിയിൽ നിസ്സഹായതയുടെ വലിയ ആഴത്തിൽ നിന്നുകൊണ്ട് ആ ജനം ഈ കൃപ നിറഞ്ഞ അമ്മയോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഈ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ഭാഗം എൻ്റെ പ്രിയപ്പെട്ടവരെ കടന്നു വന്നത് ഈ ബ്ലാക്ക് പ്ലേഗിനോട് അനുബന്ധിച്ച് ദൈവത്തിൻ്റെ ജനം എളിമപ്പെട്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ. ഈ പ്രാർത്ഥനയ്ക്ക് ഈ കാലഘട്ടത്തിൽ വലിയൊരു പ്രസക്തിയുണ്ട്, വലിയ പ്രസക്തി. അന്ന് ഈ മഹാമാരിയുടെ കാലഘട്ടത്തിൽ എന്ന പോലെ ഇന്നും എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് ലോകത്തില്, മാനവകുലത്തില്, നമ്മുടെ നാട്ടില് ഈ മഹാമാരി ഇങ്ങനെ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുമ്പോൾ, ഈ പാപത്തിൻ്റെ, ഈ ശാപത്തിൻ്റെ, ഈ രോഗത്തിൻ്റെ ഈ പിടി ഇന്ന് അമർന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാൻ സാധിക്കണം. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഈ ശക്തമായ പ്രാർത്ഥന പ്രിയപ്പെട്ട മക്കളെ, കർത്താവിന് ശക്തി വിളിച്ചിറക്കി. മഹാമാരി അവസാനിക്കത്തക്ക വിധത്തിൽ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ അവിടെ കടന്നു വരികയാണ്. അങ്ങനെ 1353 അത്ര വർഷം എടുത്തു. 1346 മുതൽ 1353 വരെ ഈ മഹാമാരി കത്തിപ്പടർന്നു. എന്നാൽ ഈ പ്രാർത്ഥന പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ സൈന്യാധിപയാകിയ കൃപ നിറഞ്ഞ സാന്നിധ്യമായിട്ട് പരിശുദ്ധ അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഈ മഹാമാരി അതിനാൽ തന്നെ അവസാനിച്ച ചരിത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ മഹാമാരിയുടെ കാലഘട്ടത്തിൽ വിളിച്ചപേക്ഷിച്ചാൽ കൂടെ വരുന്ന സാന്നിധ്യമാണ് നമ്മുടെ അമ്മയെന്ന് തിരിച്ചറിയാം. അമ്മയുടെ സാന്നിധ്യം ശക്തമായിട്ട് ഇടപെട്ടാൽ ജീവൻ നൽകുന്ന, സൗഖ്യം നൽകുന്ന, വിടുതൽ നൽകുന്ന, വലിയ സമാധാനം നൽകുന്ന അമ്മയുടെ സാന്നിധ്യം വിളിച്ചപേക്ഷിച്ചാൽ നമ്മുടെ അമ്മ ഇന്നും ഇടപെടും, ഇന്നും ഇറങ്ങി വരും. പക്ഷേ മാനസാന്തരപ്പെടണം, പശ്ചാത്തപിക്കണം, എളിമപ്പെടണം. എന്നിട്ട് ഈ അമ്മേനെ വിളിച്ച് വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കണം. അവിടെ കൃപ നിറഞ്ഞ അമ്മ ജീവൻ നൽകിക്കൊണ്ട്, സമാധാനം നൽകിക്കൊണ്ട്, സംരക്ഷണം നൽകിക്കൊണ്ട്, സൗഖ്യം നൽകിക്കൊണ്ട് തൻ്റെ മക്കളെ അനുഗ്രഹിക്കുന്ന അമ്മ, രോഗത്തിൻ്റെ സാത്താന്യ ശക്തികളെ തകർത്തെറിയുന്ന, വീണ്ടും ശത്രുവിനെതിരെ ഏറ്റവും വലിയ ആയുധമാകുന്ന പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ അതിശക്തമായിട്ട് ഇടപെടുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സൈന്യാധിപയാകുന്ന പരിശുദ്ധ അമ്മയുടെ സജീവ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് അവസ്ഥയിലും വിളിച്ചപേക്ഷിക്കാൻ നമുക്കുള്ളവളാണ് നമ്മുടെ അമ്മ. ഈശോ നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് പരിശുദ്ധ അമ്മ. നമ്മളൊന്നു മാത്രം ചെയ്താൽ മതി. യോഹന്നാനെ പോലെ പരിശുദ്ധ അമ്മയെ നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ഓരോ അവസ്ഥകളിലേക്കും പരിശുദ്ധ അമ്മയെ നമ്മൾ കൊണ്ടുപോകണം. അതിന് സാധിക്കുന്ന ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന. വീണ്ടും ഈ അമ്മയുടെ ശക്തി മനസ്സിലാക്കുന്ന മറ്റൊരു സമയമുണ്ട്. 1571 ലെപ്പാൻഡോ യുദ്ധം. പ്രിയപ്പെട്ട മക്കളെ, ലെപ്പാൻഡോ യുദ്ധത്തിൻ്റെ സമയത്ത് മുഹമ്മദീയർ, നമുക്കറിയാം, അലി പാഷയുടെ നേതൃത്വത്തിൽ, ടർക്കിയുടെ നേതൃത്വത്തിൽ ശക്തമായ സൈന്യം ഇതാ കീഴടക്കാൻ വേണ്ടി വരും, റോമിനെ കീഴടക്കാൻ വേണ്ടി വരും, വലിയ സൈന്യം. ആ സമയത്ത് മാർപ്പാപ്പ 5-ാം പിയൂസ് മാർപ്പാപ്പ കുറേ പേരുടെ സഹായം തേടി, ജർമ്മനിയുടെ സഹായം തേടി. അന്ന് മാർട്ടിൻ ലൂതറും മറ്റുമായിട്ട് റിഫോർമേഷൻ്റെ കാലഘട്ടത്തിൽ അവിടെ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് ജർമ്മനി വന്നില്ല. ഇംഗ്ലണ്ടിനെ വിളിച്ചു, ഇംഗ്ലണ്ട് വന്നില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, അവസാനം വളരെയേറെ കുറച്ച് പേര് സ്പെയിൻ വന്നു, ഓസ്ട്രിയ വന്നു. അതോടൊപ്പം തന്നെ ഒത്തിരിയേറെ കൊച്ചു കൊച്ചു രാജ്യങ്ങൾ കടന്നു വന്നു. വലിയവരാരും സഹായിക്കാനില്ല. ആ സമയത്ത് ഓസ്ട്രിയക്കാരനായ ജോൺ, അദ്ദേഹമാണ് ഈ സൈന്യത്തിന് നേതൃത്വം കൊടുത്തത്. ആ സൈന്യത്തിന് മാർപ്പാപ്പ പേരിട്ടു ഹോളി ലീഗ്, വിശുദ്ധ സൈന്യം, വിശുദ്ധ സഖ്യം. ആ ഓസ്ട്രിയക്കാരനായ ജോൺ
തൻ്റെ വാളിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സാന്നിധ്യം വിളിച്ചു വരുത്തിയിട്ട് എന്ന പോലെ ജപമാലയൊക്കെ ആലേഖനം ചെയ്ത് പരിശുദ്ധ അമ്മേനെ വിളിച്ച് പ്രത്യേകം പ്രാർത്ഥിച്ചു. ഒരു മാതൃഭക്തനായിരുന്നു. ആ സമയത്ത് പരിശുദ്ധ പിതാവ് പറഞ്ഞു, രാവും പകലും റോമിലെ എല്ലാ ദേവാലയങ്ങളും തുറന്നിടണം. രാവും പകലും ദൈവമക്കൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കട്ടെ. ഈ യുദ്ധത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ യുദ്ധത്തിൽ വിജയം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. സൈന്യാധിപയായ പരിശുദ്ധ അമ്മയെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കുക. അമ്മ കടന്നു വരണം, അമ്മ ഏറ്റെടുക്കണം, അമ്മ നിയന്ത്രിക്കണം, അമ്മ ശക്തി പ്രകടമാക്കണം. ജനത്തിന് ഗൗരവം മനസ്സിലായി. എല്ലാവരെയും കൊന്നൊടുക്കിക്കൊണ്ട് അധിനിവേശത്തിന്റെ സ്വാധീനം ചെലുത്തി നശിപ്പിക്കുന്ന സൈന്യമാണ് ഈ സൈന്യം. അതിനാൽ തന്നെ ജനമാകപ്പാടെ എളിമയിലും വലിയ കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കുക. ജപമാല ചൊല്ലി രാവും പകലും ദേവാലയങ്ങൾ നിറഞ്ഞിട്ട് എന്ന പോലെ ജനം പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, 1571 ഒക്ടോബർ 7-ാം തീയതി അതിശക്തരായ ഈ അലി പാഷയുടെ നേതൃത്വത്തിലുള്ള ആ സൈന്യത്തെ ഹോളി ലീഗ് പരാജയപ്പെടുത്തി. ഉന്നതമായ വിജയം കർത്താവ് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സാന്നിധ്യത്തിൽ ഈ ജനത്തിന് നൽകുകയാണ്. അന്നാണ് പരിശുദ്ധ പിതാവ് അവർ ലേഡി ഓഫ് വിക്ടറി എന്നുള്ള ഫീസ്റ്റ് തിരുനാള്, വിജയമാതാവിൻ്റെ തിരുനാള് ആരംഭിക്കണം. പിന്നീടാണ് പരിശുദ്ധ ജപമാലയുടെ തിരുനാളായിട്ട് ഈ ഒക്ടോബർ 7-ാം തീയതി തിരുനാളായിട്ട് ആഘോഷിക്കാൻ തുടങ്ങിയത്. ലെപ്പാന്റെ യുദ്ധത്തിൽ അധിനിവേശത്തിന്റെ വലിയ പിശാച് കടന്നു വന്നപ്പോൾ അതിനെതിരെ ശക്തമായിട്ട് മാതാവിന്റെ മധ്യസ്ഥം ആ ജനത്തെ രക്ഷിച്ചു. അന്ന് ആ യുദ്ധത്തിൽ ജയിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് കോൺസ്റ്റാന്റിനോപ്പിൾ, ഇസ്താംബൂൾ ആയ പോലെ റോമിനെ വേറെ ഏതെങ്കിലുമൊക്കെ പേരിൽ വിളിക്കേണ്ട ഗതികേട് വന്നേനെ. എന്നാൽ പ്രിയപ്പെട്ട മക്കളെ, അമ്മയുടെ ശക്തമായ സാന്നിധ്യം, അമ്മയുടെ ഇടപെടൽ തൻ്റെ മക്കളെ രക്ഷിച്ചു. ഇങ്ങനെ ചരിത്രത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഭാഷണതകൾ കടന്നു വന്നപ്പോൾ, മഹാമാരികൾ കടന്നു വന്നപ്പോൾ, ശത്രുക്കൾ കടന്നു വന്നപ്പോൾ, ഇതാ പരിശുദ്ധ അമ്മയെ വിളിച്ചപേക്ഷിച്ചപ്പോൾ അമ്മയുടെ സാന്നിധ്യം, സൈന്യാധിപയുടെ ശക്തമായ സാന്നിധ്യം, ഇടപെടൽ തൻ്റെ ജനത്തെ, ദൈവത്തിൻ്റെ മക്കളെ കാത്തു സംരക്ഷിച്ചു, അവർക്ക് വിജയം നൽകി. ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം അധിനിവേശത്തിൻ്റെ ശക്തമായൊരു കാലഘട്ടമാണ്. പോളണ്ട് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ച ഒരു നാടാണ്. നമുക്കറിയാം, കുറേ നാൾ മുമ്പ് നമ്മൾ വായിച്ചു, ആ പോളണ്ടിലെ ജനങ്ങൾ ജപമാല ചൊല്ലി കടൽ തീരത്തുകൂടെ നടന്ന് ജപമാല ചൊല്ലി അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. ദേശത്തും വഴികളിലൂടെയും തെരുവിലൂടെയും ജപമാല ചൊല്ലി ഞങ്ങൾ ക്രിസ്തുവിൻ്റെതാണ്, പരിശുദ്ധ അമ്മ ഞങ്ങളുടെ സംരക്ഷകയാണ് എന്ന് വിളിച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് ആ ജനം ആ ദേശത്തിന് മുഴുവൻ സംരക്ഷണം ഏർപ്പെടുത്തി. അതിനാൽ തന്നെ ദൈവകൃപ നിറഞ്ഞ ഒരു ഭരണാധികാരിയെ പോളണ്ടിന് നൽകി. കഴിഞ്ഞ ദിവസം നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഭയങ്കര വൈറലായിട്ട് കണ്ടു. അദ്ദേഹത്തോട് പത്രാധിപ ചോദിക്കുക, ഹൗ മെനി റെഫ്യൂജീസ് യു റിസീവ്ഡ് ഇൻ യുവർ കൺട്രി? എത്ര അഭയാർത്ഥികളെ നിങ്ങൾ നിങ്ങളുടെ രാജ്യത്ത് സ്വീകരിച്ചു? അദ്ദേഹം പറയാ, 0. ഞങ്ങളുടെ രാജ്യത്തിലേക്ക് നോ ഇല്ലീഗൽ മൈഗ്രൻസ്, നോ ഇല്ലീഗൽ, നിയമപരമല്ലാത്ത ഒരഭയാർത്ഥിയും കടന്നു വരില്ല, സമ്മതിക്കത്തില്ല. കാരണം ദൈവകൃപ നിറഞ്ഞ അമ്മയുടെ സാന്നിധ്യമുണ്ട് അവിടെ. സാത്താന് കടന്നു വരാനോ തിന്മയ്ക്ക് കടന്നു വരാനോ തകർക്കാനോ പറ്റാത്ത വിധം. ഇന്ന് പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് പലയിടങ്ങളിലും ഭീകര പ്രവർത്തനങ്ങളും ഒത്തിരിയേറെ നമ്മൾ കണ്ടു ഈ ദിവസങ്ങളൊക്കെ. തിന്മയുടെ പിശാചിന്റെ കളി. അദ്ദേഹം പറയാണ്, പോളണ്ട് നോക്ക്, സമാധാനം, തെരുവുകളിൽ സ്വസ്ഥത, ഒരു ഭീകരാക്രമണമില്ല. എന്തുകൊണ്ടാ? പരിശുദ്ധ അമ്മയുടെ ശക്തമായ സാന്നിധ്യത്തിൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു രാജ്യത്തിന് അമ്മയുടെ സാന്നിധ്യം, ശക്തമായ സംരക്ഷണം, മാത്രമല്ല ദൈവിക ജ്ഞാനം, തീരുമാനമെടുക്കാനുള്ള സ്വർഗത്തിന്റെ ജ്ഞാനം പരിശുദ്ധ അമ്മയിലൂടെ നൽകുക. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമ്മൾ ഒത്തിരിയേറെ കേൾക്കുന്ന കാര്യമാണ് അഭയാർത്ഥി പ്രശ്നവും അതുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങൾ. ഇവിടെയൊക്കെ അച്ഛനൊന്നേ പറയാനുള്ള മക്കളെ, ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മയെ അതുപോലെ ശക്തമായിട്ട് വിളിച്ച് പ്രാർത്ഥിക്കണം. അമ്മ കടന്നു വരണം. നാരകീയ സർപ്പത്തിന്റെ കൊല്ലാനും നശിപ്പിക്കാനും ഇല്ലാതാക്കാനും വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത് പിശാച.
ആ പിശാചിന്റെ തലയെ തകർത്ത ഒറ്റ ശത്രുവുള്ളൂ പരിശുദ്ധ അമ്മ. ഞാൻ പറയും, അണുബോംബ് കൊണ്ട്, ആയുധങ്ങൾ കൊണ്ട് ഈ പിശാചിനെ തകർക്കാൻ സാധ്യമല്ല. നമ്മുടെ ശത്രു പൗലോസ് പറഞ്ഞില്ലേ, മാംസമല്ല രക്തമല്ല, മനുഷ്യരല്ല, മനുഷ്യരൊക്കെ പാവങ്ങളാണ്. എന്നാൽ ഈ മനുഷ്യനിൽ ആധിപത്യം പുലർത്തി അവനെ നയിക്കുന്ന പിശാച്, കൊല്ലുന്ന പിശാച്, നശിപ്പിക്കുന്ന പിശാച്, ഇല്ലാതാക്കുന്ന പിശാച് ഇന്ന് അനേക മക്കളെ നശിപ്പിച്ച് കൊന്ന് മുന്നേറുമ്പോ പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധ അമ്മയെ അതുപോലെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. ചരിത്രം നമുക്ക് നൽകുന്ന മാതൃക അതാണ്. 2015 ഏപ്രിൽ മാസം നൈജീരിയയിൽ ബൊക്കോ ഹറാം എന്ന തീവ്രവാദ സംഘടന അതിശക്തമായിട്ട് അനേക മക്കളെ കൊന്നൊടുക്കണം. ISSന്റെ ഒരു വിഭാഗമാണ് ബൊക്കോ ഹറാം. നമുക്കറിയാം, നമ്മൾ പേപ്പറൊക്കെ വായിച്ച് കേട്ട സംഭവമാണ്. ആ സമയത്ത് മേഡുഗോറി എന്ന് പറയുന്ന രൂപതയിലെ ബിഷപ്പ് ഒലിവർ ഡോമെ, നമ്മൾ ഒലിവർ ഡോമെ എന്ന് യൂട്യൂബിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഇപ്പോൾ തന്നെ നോക്കിക്കോ. ഒലിവർ ഡോമെ ആ രൂപതയിലെ ബിഷപ്പാണ്. തൻ്റെ മക്കള് ഈ ഭീകരരാല് കൊല്ലപ്പെടുന്നത് കണ്ട് സഹിക്കാൻ പറ്റാതെ ഈ ബിഷപ്പ് കണ്ണീരോടെ ജപമാല എടുത്ത് കൈകളിൽ ഉയർത്തിപ്പിടിച്ച് ദിവ്യകാരുടെ സന്നദ്ധിയിൽ, ദിവ്യകാരുടെ നാഥന്റെ മുമ്പിൽ ചങ്കുപൊട്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുക. വേറെ ആരുമില്ല, ഒറ്റയ്ക്കിരുന്ന് ഈശോയോട് പ്രാർത്ഥിക്കുക. ദൈവമേ, എൻ്റെ മക്കളെ, പരിശുദ്ധ അമ്മേ, മാതാവേ ഇടപെട്, സൈന്യാധിപേ ഇടപെട്, കൃപ നിറഞ്ഞ അമ്മേ, നാരകീയ സർപ്പത്തിന്റെ തലയെ തകർത്താമേ ഇടപെട്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ കാലഘട്ടത്തിൽ ഇതുപോലെ വിളിച്ചപേക്ഷിക്കുന്ന വിളികൾ ഉയരണം. കാരണം അതുപോലെയാണ് ഇന്നത്തെ സാഹചര്യം. പല പല പിശാചിൻ്റെ പ്രവൃത്തികൾ കൊണ്ട് നമ്മുടെ മക്കളെ നശിപ്പിക്കുന്ന, കൊല്ലുന്ന, ഇല്ലാതാക്കുന്ന പിശാച് ശക്തനാണ്. അതിനെക്കുറിച്ച് അച്ഛൻ അധികം നിങ്ങൾക്കറിയാം. ഓരോ മേഖലകൾ, ഭീകര പ്രവർത്തനങ്ങൾ, ഒത്തിരിയേറെ നമ്മുടെ മക്കളെ വഴിപിഴപ്പിക്കുന്ന കാര്യങ്ങൾ, ജഡികമായ പാപത്തിലേക്ക് നയിക്കുന്ന പല പല മേഖലകൾ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ അവസ്ഥയിൽ പിശാച് ആധിപത്യം പുലർത്തി നശിപ്പിക്കുമ്പോൾ ഈ ഒലിവർ ഡോമേനെ പോലെ ഈ നമ്മളും ദിവ്യകാന സന്നദ്ധിയിൽ അമ്മയോട് ചേർന്നിരുന്ന് ജപമാലകൾ ഉയർത്തി കണ്ണീരോടെ പ്രാർത്ഥിക്കണം. അമ്മ ഇടപെടണം. ഈ കാലഘട്ടം എന്നത്തെക്കാളുമേറെ ഈ സൈന്യാധിപിയാകുന്ന പരിശുദ്ധ അമ്മ ഇടപെടേണ്ട കാലഘട്ടമാണ്. അങ്ങനെ ഈ ബിഷപ്പ് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ ഈശോ കടന്നു വരിക. അദ്ദേഹം പറയാണ്, ഒരു വലിയ വാളുമായിട്ടാണ് ഈശോ വരുന്നത്. വലിയ വാള്. നമ്മുടെ ഈശോയെ വാളും കൊണ്ടുവന്നു. നമ്മൾ ഒരിക്കലും ഈശോയെ വാളുമായിട്ട് കണ്ടിട്ടില്ലല്ലേ. നമ്മുടെ ഈശോ എപ്പോഴും കാരുണ്യവാനാണ്. ആരെയും കൊല്ലാൻ പറഞ്ഞിട്ടില്ല, ആരെ നശിപ്പിക്കാൻ പറഞ്ഞിട്ടില്ല, ശത്രുക്കളെ സ്നേഹിക്കാൻ പറഞ്ഞു, കുരിശിൽ തറച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഞാൻ കരുണയാണ് മക്കളെ എന്ന് പറഞ്ഞ് ക്ഷമിച്ചു, അവരോട് സ്നേഹത്തോടു കൂടി പെരുമാറി. ആ ഈശോ വാളും കൊണ്ടുവരും. അത് കണ്ടപ്പോൾ ഈ ബിഷപ്പ് ഞെട്ടിപ്പോയി. അങ്ങനെ ഈശോ അരികിലേക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് ആ വാള് നീട്ടാണ് ഈശോ. ഈ ബിഷപ്പ് വാള് വാങ്ങാൻ വേണ്ടി കൈ നീട്ടി വാളിൽ തൊട്ടതും അത് ജപമാലയായിട്ട് മാറി. എന്നിട്ട് 3 വട്ടം ഈശോ പറഞ്ഞു, ബൊക്കോ ഹറാം ഈസ് ഗോൺ, ബൊക്കോ ഹറാം ഈസ് ഗോൺ, ബൊക്കോ ഹറാം ഈസ് ഗോൺ. എന്നിട്ട് ഈശോ അപ്രത്യക്ഷനായി. അദ്ദേഹത്തിന് സാക്ഷ്യം നിങ്ങൾ അടിച്ചു നോക്കിക്കോ. അദ്ദേഹം ഇത് വ്യക്തമായി പറയുന്നുണ്ട്. അദ്ദേഹത്തിന് കാര്യം പിടികിട്ടി. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ ബിഷപ്പ് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തൻ്റെ പ്രിയപ്പെട്ട ജനത്തോട് പറഞ്ഞു. ഉപവാസത്തിൻ്റെ കരുത്തോടെ ദിവ്യകാരുണ്യ സന്നദ്ധിയിൽ ജപമാല ചൊല്ലി അതി സ്നേഹത്തോടും വലിയ കണ്ണീരോടും കൂടി ഈ മനുഷ്യൻ പ്രാർത്ഥിച്ചു, ഈ ബിഷപ്പ് പ്രാർത്ഥിച്ചു, ആ ജനം പ്രാർത്ഥിച്ചു. അദ്ദേഹം തന്നെ പറയാ, അല്പ ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിൻ്റെ രൂപതയിൽ നിന്ന് ബൊക്കോ ഹറാം വിട്ടുപോയി. വേറെ പല സ്ഥലത്തുമുണ്ട് ഇപ്പോഴും. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഇടവകയിൽ, രൂപതയിൽ ഈ ബൊക്കോ ഹറാമിൻ്റെ സാന്നിധ്യമില്ലാത്ത അവസ്ഥ. ഇന്നും ജീവിക്കുന്ന സാന്നിധ്യമാണ് പരിശുദ്ധ അമ്മ. സാത്താനെതിരെ പിതാവായ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ശക്തമായ ആയുധമാണ് പ്രിയപ്പെട്ട മക്കളെ ഈ പരിശുദ്ധ അമ്മ. ഈ ആയുധത്തെ നമ്മൾ ഉപയോഗിക്കണം. അതിനുള്ള ഏറ്റവും വലിയ മാർഗമാണ് ഈ വാള്, ജപമാല, ജപമാലയാകുന്ന വാള്.
നമുക്കറിയാം നമ്മുടെ സന്യാസിമാരും ജപമാല ധരിക്കുന്നവരൊക്കെ ഇടത്തുവശത്താണ് കൊന്തയിടുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ സിസ്റ്റേഴ്സും അല്ലെങ്കിൽ ജപമാല, ഞങ്ങൾക്കില്ല, ജപമാല അരയിൽ ഇടുന്നവർ ഈ ഇടത്ത് സൈഡിലിടുന്നത്. അത് വലിയ പ്രതീകമാണ്. പെട്ടെന്ന് വാൾ ഊരിയെടുക്കാനുള്ള പോലെ ഈ ജപമാല എടുത്ത് ഉയർത്തി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഇടത്ത് സൈഡിൽ ജപമാല ഇടുക എന്ന് ചരിത്രവും പാരമ്പര്യവും ഒക്കെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധ അമ്മ ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും കരുത്തുള്ള സ്ത്രീയാ. ഈശോയെ കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും കരുത്തുള്ള സ്ത്രീ ഈ അമ്മയെയാണ് ഈശോ നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ അമ്മ നൽകിയ വലിയ അനുഗ്രഹമാണ് ജപമാല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മക്കളെ, ഈ ഒക്ടോബർ മാസത്തിൽ നമ്മൾ ഈ അമ്മയോട് ചേർന്ന് ഇന്ന് നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ, നശിപ്പിക്കുന്ന പിശാചിന്റെ പ്രവൃത്തികൾ, എല്ലാ തകർച്ചകൾ, രോഗപീഠകൾ, ഇന്ന് സാമ്പത്തിക ഞെരുക്കം, കടബാധ്യത, എന്തെല്ലാം പ്രശ്നങ്ങളാ, മക്കളുടെ അവസ്ഥ, മക്കൾ വഴുതിറ്റിപ്പോകുന്ന അവസ്ഥ, ഇന്ന് ഈ ഇന്റർനെറ്റും അതോടൊപ്പം തന്നെ എന്താ പറയുക, ഹോം സ്റ്റഡി, വീട്ടിലിരുന്ന് നമ്മുടെ മക്കള് മൊബൈലിൽ കൂടെ ഒക്കെ പഠിക്കുന്നത് ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. മക്കൾ വേണ്ടാത്തത് കണ്ടുപോകുന്നു, ഭയങ്കര വയലന്റ് ആകുന്ന മക്കള്, പല പല രോഗത്തിൽ പിടിപെട്ട മക്കള്, സാമ്പത്തികമായി തകർന്നു പോയ മക്കള്, പിശാച് നശിപ്പിക്കാൻ വേണ്ടി കടന്നു വരുന്ന മേഖലകൾ, എല്ലാ സ്ഥലങ്ങളിലും രാഷ്ട്രീയമായിട്ടും സാമൂഹികമായിട്ടും പല പല മേഖലകളിലും പ്രിയപ്പെട്ട മക്കളെ പിശാചിന്റെ ശക്തമായ പിടി. ഞാൻ ഓർക്കുന്നുണ്ട്, ഈ സമയത്ത് നമ്മുടെ അച്ഛൻ്റെ കാർമൽ ധ്യാനകേന്ദ്രം കറുകുറ്റിയിൽ ജയിലാണ്. ജയിലെന്ന് പറഞ്ഞാൽ എറണാകുളം ജില്ലയിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന എല്ലാ മക്കളും നമ്മുടെ ധ്യാനകേന്ദ്രത്തിൽ കൊണ്ടുവന്നാണ് ക്വാറന്റൈൻ ചെയ്യുന്നത്. സങ്കടം വരും മക്കളെ. അച്ഛനൊരു 10-11 വർഷക്കാലം ഈ ഗുണ്ടാസംഘത്തിനിടയിലൊക്കെ ഇടപെട്ട് ജയിലുമായിട്ട് ബന്ധപ്പെട്ട് ശുശ്രൂഷിത അച്ഛനായതുകൊണ്ട് ഇപ്പം ജയിൽ നമ്മളെ ധ്യാനകേന്ദ്രത്തിൽ തന്നെ. ദൈവനിശ്ചയം എനിക്കറിയില്ല, ദൈവമേ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. അങ്ങനെയല്ല, ജയിലായതുകൊണ്ടല്ല, പ്രാർത്ഥിക്കണ്ട മക്കൾക്ക് വേണ്ടി. ഞാൻ അവിടെ നിത്യാരാധനയിൽ ഒത്തിരിയേറെ സമയം ഇരുന്ന് അവിടെ ഈ കിടക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മക്കളെ, നിങ്ങളും പ്രാർത്ഥിക്കണം. ഒത്തിരി മക്കൾ എല്ലാ ദിവസവും ഒരു വൈകുന്നേരം ആകുമ്പോൾ എല്ലാ പോലീസ് വണ്ടികളും, എക്സൈസ് വണ്ടികൾ, NIA, കസ്റ്റംസ്, റെയിൽവേ, എല്ലാ വകുപ്പിൽ പെട്ട മക്കളും ജയിലിൽ അടയ്ക്കേണ്ട മക്കൾ കൊണ്ട് ഒക്കെ കൊച്ചുമക്കൾ. പോലീസുകാർ പറയാണ് 18-22 വയസ്സിനിടയിലുള്ള മക്കൾ. കഞ്ചാവ്, മയക്കുമരുന്ന്, പോക്സോ, പൈശാചികമായ കൂട്ടുകെട്ട്, ചില ഭീകര പ്രവർത്തനത്തിൽ പെട്ടുപോയ മക്കള്. പ്രിയപ്പെട്ട മക്കളെ, പിശാചിന്റെ പിടിയിൽ അമർന്ന് കൊല്ലുന്ന, നശിപ്പിക്കുന്ന, ഇല്ലാതാക്കുന്ന ദുഷ്ടസാത്താന്റെ പിടിപ്പെട്ട് അനേക മക്കളെ ഈ നാളുകളിൽ അച്ഛൻ നേരിട്ട് കാണുക. അതുകൊണ്ട് ശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. മക്കളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കളുടെ കണ്ണീര്, നിയന്ത്രിക്കാൻ പറ്റാത്ത കൂട്ടുകെട്ടിലും പൈശാചിക സ്വഭാവത്തിലും പെട്ടുപോയ മക്കള്. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മയുടെ സജീവ സാന്നിധ്യം അതുപോലെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. അമ്മ വിളിച്ചാൽ വിളി കേൾക്കുന്ന അമ്മയാണ്. നമുക്കറിയാം, വിശുദ്ധ ബെർണാദ് പ്രാർത്ഥിക്കുന്നുണ്ട്, അമ്മയുടെ സഹായം അപേക്ഷിച്ചവരിൽ ഒരുവൻ പോലും ഉപേക്ഷിക്കപ്പെട്ടതായിട്ട് ലോകത്തിൽ കേട്ടിട്ടില്ല. പ്രിയപ്പെട്ട മക്കളെ, അമ്മയുടെ സഹായം നമ്മൾ അപേക്ഷിച്ചാൽ ഒരിക്കൽ പോലും അത് ഉപേക്ഷിക്കപ്പെടില്ല. അത് നമ്മുടെ ഉറപ്പാണ്, നമ്മുടെ കരുത്താണ്, നമ്മുടെ ബലമാണ്. അതുകൊണ്ട് ഏത് പ്രശ്നവുമാകട്ടെ, ഈ ദിവസങ്ങളിൽ സ്വർഗത്തിൻ്റെ സൈന്യാധിപിയാകുന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സാന്നിധ്യത്തിൽ, സംരക്ഷണത്തിൽ നമ്മളായിരിക്കുമ്പോൾ അമ്മയെ വിളിച്ച് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ വിശ്വാസത്തോടു കൂടി നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം. ഒരു കാര്യം ഉറപ്പാ, അമ്മ വന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയും മാറും. നമുക്കറിയാം, നമ്മുടെ വീട്ടിലൊക്കെ ചില വ്യക്തികൾ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ചില വ്യക്തികൾ ചിലപ്പോൾ ഒരു വിവാഹത്തിനോ അല്ലെങ്കിൽ ഒരു കല്യാണം, ഒരു പ്രോഗ്രാം നടക്കുക, ഒരു ധ്യാനം നടക്കുക, ഒരു ശുശ്രൂഷ നടക്കുക. അപ്പോൾ ചില വ്യക്തികൾ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പാ, ആളുണ്ടോ, ഇപ്പൊ ജോസേട്ടൻ്റോ അല്ലെങ്കിൽ റെജി ഉണ്ടോ അല്ലെങ്കിൽ ജോസൻ്റോ, ഇവരുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പാ ആ ഏരിയ അവർ നോക്കിക്കോളും. ഇതുപോലെ നമ്മുടെ അമ്മ, മാതാവ് വീട്ടിലുണ്ടെങ്കിൽ, മാതാവ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ നമുക്ക് ഉറപ്പാക്കാം
എന്ത് വിജയം സുനിശ്ചിതം. അമ്മ നോക്കും. കാനാലെ വീട്ടിൽ നോക്കി, ഈ അമ്മയുടെ സൈന്യാധിപത്യം എന്ന് പറയുന്നത് എല്ലാ മേഖലകളിലും ഇടപെടുന്നതാണ്. കാനാലെ വീട്ടിൽ വീഞ്ഞു തീർന്നു പോയി. ആ സമയത്ത് അമ്മ ഇടപെടുക. അമ്മയ്ക്ക് ഇടപെടാണ്ടിരിക്കാൻ പറ്റില്ല മക്കളെ. അതുകൊണ്ട് നമുക്ക് വേണ്ടത് ഈ അമ്മയുടെ സാന്നിധ്യം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കണം. അത്രേ ഉള്ളൂ. അമ്മ ഉണ്ടെങ്കിൽ പിന്നെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, എവറിത്തിങ് ഈസ് വെൽ കൺട്രോൾഡ്. അതാണ് അമ്മ. എലിസബത്തിന്റെ വീട്ടിലേക്ക് ഈ അമ്മ കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. ഉദരത്തിൽ കിടക്കുന്ന യോഹന്നാൻ, സ്നാപക യോഹന്നാൻ സന്തോഷത്താൽ കുതിച്ചു ചാടി. പരിശുദ്ധാത്മാവ് സ്നാപക യോഹന്നാനിൽ നിറഞ്ഞു. കണ്ടോ, അഭിഷേകം നിറഞ്ഞു. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അമ്മ വരട്ടെ വീട്ടില്. അമ്മ വരുമ്പോൾ നിന്റെ കുടുംബത്തില് പരിശുദ്ധാത്മാവ് നിറയുന്ന, മക്കളെ ഓർത്ത് വേദനിക്കുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ടല്ലോ. മാതാപിതാക്കളെ, അമ്മയോട് പ്രാർത്ഥിക്കുക. അമ്മ എൻ്റെ വീട്ടിലേക്ക് വാ, അമ്മേ എൻ്റെ മക്കളിലേക്ക് വാ. എൻ്റെ മക്കൾ സന്തോഷം കൊണ്ട് നിറയട്ടെ. എൻ്റെ മക്കളിൽ നിന്ന് പൈശാചിക സ്വാധീനങ്ങൾ വിട്ടു പോകട്ടെ. എൻ്റെ കുടുംബത്തിൽ കൃപ നിറയട്ടെ. പ്രാർത്ഥിക്കും മക്കളെ. അമ്മ വരും, അമ്മ വരും. കാരണം ഈശോയുടെ അന്ത്യാഭിലാഷമാണ് എന്ത്? നമ്മളെ മക്കളായി സ്വീകരിക്കാനുള്ളത്. ചാവരുള അന്ത്യാഭിലാഷമാ. കുരിശ് കിടന്ന് അന്ത്യ ആഗ്രഹം പറഞ്ഞതാ. അമ്മേ, ഈ യോഹന്നാനെ നോക്ക്, അമ്മയുടെ മോനാ. അത് നമ്മളെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിട്ടാ പറഞ്ഞ മക്കളെ. അതുകൊണ്ട് ഈശോയുടെ അന്ത്യാഭിലാഷം തൻ്റെ പ്രിയപ്പെട്ട അമ്മ ഏറ്റെടുക്കാണ്ടിരിക്കുക മക്കളെ. അമ്മ ഏറ്റെടുക്കും. എന്തിനാ ഈശോ നമ്മെ ഭരമേൽപ്പിച്ച? എൻ്റെ മക്കൾക്ക് സുരക്ഷിതത്വം വേണം. പിശാച് നശിപ്പിക്കാൻ വരും, ശത്രുക്കൾ തകർക്കാൻ വരും. എൻ്റെ മക്കൾക്ക് അമ്മയെ മതി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം നോക്കിക്കോ. അമ്മയോട് ചേർന്ന് ജീവിച്ച വിശുദ്ധർ, അമ്മയെ ചേർത്ത് പിടിച്ച രക്തസാക്ഷികൾ, അമ്മയെ ചേർത്ത് പിടിച്ച അഭിഷിക്തര്, അമ്മയെ ചേർത്ത് പിടിച്ച പൗരോഹിത്യങ്ങള്, അമ്മയെ ചേർത്ത് പിടിച്ച യുവമക്കള്, അമ്മയെ ചേർത്ത് പിടിച്ച കുഞ്ഞുമക്കള്, അമ്മയെ ചേർത്ത് പിടിച്ച കുടുംബങ്ങള്. ചരിത്രം നോക്ക്, അനുഭവം നോക്ക്. ഒരൊറ്റ എണ്ണം നശിക്കില്ല. കാരണം അമ്മ നമുക്ക് വേണ്ടി പോരാടും. അമ്മ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നീ ബിസിനസ് നടത്തിക്കോ, നീ ജോലി ചെയ്തോ, നീ പഠിച്ചോ, നീ എന്ത് ചെയ്തോ കുഞ്ഞേ, അവിടെ അമ്മയുടെ സാന്നിധ്യം ഉണ്ടാവും. ഉണ്ടെങ്കിൽ നീ ജയിക്കും. നീ ജയിക്കും. ആർക്കും നിന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. കാരണം അമ്മ കരുത്തുള്ള സ്ത്രീയാ. സാത്താൻ ഞടുങ്ങി വിറച്ചു. ഫുൾട്ടൻ ജാക്ഷൻ പറയുന്നുണ്ട്. ഫുൾട്ടൻ ജാക്ഷൻ ഇങ്ങനെ പറയുന്നത്, മാലാഖ കടന്നു വന്നിട്ട് മാതാവിനോട് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. അവിടെ പറയാ, സാത്താൻ ഞടുങ്ങി വിറച്ചു, നരകം പ്രകമ്പനം കൊണ്ടു. കാരണം സ്വർഗം സാക്ഷ്യപ്പെടുത്തി, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. ശരിക്കും ഈ അർത്ഥം മനസ്സിലാക്കിയിട്ട് ചുമ്മാ ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, നന്മ അറിഞ്ഞ അങ്ങനെയല്ല. ശരിക്കും പറയണം, ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്. ഗ്രേസ്, കൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് ചങ്കിൽ തട്ടിക്കൊണ്ട് അമ്മയുടെ സാന്നിധ്യം, കൃപ നിറഞ്ഞ സാന്നിധ്യം ധ്യാനിച്ചുകൊണ്ട് ഒന്ന് വിളിച്ച് പ്രാർത്ഥിച്ച കുഞ്ഞ്, അവിടെ ഈ അമ്മ ഇറങ്ങി വരും. ദാറ്റ് മോമെന്റ് അമ്മ ഇറങ്ങി വരും. ഇതാണ് നമ്മുടെ അമ്മ. ഈ ഒക്ടോബർ മാസം അനുഗ്രഹത്തിൻ്റെ മാസമാണ് പ്രിയപ്പെട്ട മക്കളെ. ഈ മഹാമാരിയുടെ കാലഘട്ടം ഒത്തിരിയേറെ മക്കൾ വേദനിക്കുന്നുണ്ട്. ആഹാരമില്ലാത്ത മക്കൾ, ജോലി നഷ്ടപ്പെട്ടു പോയ മക്കൾ, മുന്നോട്ട് പോകാൻ വഴിയില്ലാതെ വേദനിക്കുന്ന മക്കൾ, സകലമാല അടയ്ക്കപ്പെട്ട ദേവാലയങ്ങൾ, ശുശ്രൂഷയില്ലാത്ത ഒത്തിരി മക്കൾ, കുർബാന കാണാൻ പറ്റണില്ല, ചങ്കുപൊട്ടി പറയുന്ന കാരണവന്മാർ, ചിലരെങ്കിലും TV-യിലെ കുർബാന കൊണ്ട് മതി എന്ന് ആശ്വസിച്ചിരിക്കുന്നവർ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ കാലഘട്ടത്തിൽ നമ്മൾ ദൈവസന്നിധിയിലേക്ക് അടുക്കുക. ലെപ്പാൻ്റെ യുദ്ധത്തിൻ്റെ സമയത്ത് ദേവാലയങ്ങൾ തുറന്നിട്ട് രാവും പകലും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതുപോലെ സാത്താൻ്റെ അധിനിവേശത്തിൻ്റെയും ഒത്തിരിയേറെ അഭയാർത്ഥികളുടെ പൈശാചികമായ മേഖലകളുടെയും ഈ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ തിന്മ, പിശാചി പല രൂപത്തിൽ കടന്നു വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് രക്ഷപ്പെടാൻ ഒറ്റ വഴി, അതിനെതിരെ ഒറ്റ ആയുധം, അത് നമ്മുടെ അമ്മയാണ്.
അമ്മയുടെ സാന്നിധ്യം. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, വലിയ വിശ്വാസത്തോടെ കേട്ട വചനങ്ങൾക്കനുസരിച്ച് അമ്മ ഇടപെട്ട ഇടപെടലുകളുടെ അനുഭവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ആ അമ്മ ഇന്നും ഇടപെടുന്ന അമ്മയാണെന്നുള്ള തിരിച്ചറിവോടെ അമ്മയെ വിളിച്ചപേക്ഷിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അമ്മയുടെ പ്രത്യക്ഷങ്ങളൊക്കെ നമുക്കറിയാം. ഏതെങ്കിലും പ്രശ്നത്തിൽ, ഏതെങ്കിലും തകർച്ചയിൽ മനുഷ്യൻ കടന്നു പോകുമ്പോൾ അമ്മ അവിടെ അതിശക്തമായ സാന്നിധ്യമായിട്ട് പ്രത്യക്ഷപ്പെടും. നിങ്ങളിപ്പോൾ തന്നെ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ചില മക്കൾക്കെങ്കിലും അമ്മയുടെ സാന്നിധ്യത്തിൻ്റെ ഒരനുഭവം അമ്മ തരും. സുഗന്ധത്തിൻ്റെ വലിയ അനുഭവം, വലിയൊരു കുളിരിൻ്റെ അനുഭവം ചിലപ്പോൾ ചില മക്കൾക്ക് നേരിട്ട് അമ്മേനെ കാണാൻ പറ്റും. അതാണ് നമ്മുടെ അമ്മ. അതാണ് നമ്മുടെ അമ്മ. ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ ഉള്ളിലേക്ക് എഴുന്നള്ളി വരുന്നത് പോലെ അമ്മയുടെ സാന്നിധ്യം നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുന്ന സാന്നിധ്യമാണ്. അമ്മയ്ക്ക് ഒന്നേ പറയാനുള്ളൂ, മക്കളെ, അവൻ പറയണ പോലെ ചെയ്യും. മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക് കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ട കുഞ്ഞെ, അമ്മ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അമ്മ വന്നാൽ അമ്മ നമുക്ക് വേണ്ടി കാര്യങ്ങൾ ഏറ്റെടുക്കും. അമ്മ വന്നാൽ അമ്മ കാര്യസ്ഥത ഏറ്റെടുക്കും. അമ്മ വന്നാൽ എല്ലാത്തിനും പരിഹാരമുണ്ട്. ഈ അമ്മ ഇപ്പോൾ നിൻ്റെ കൂടെയുണ്ട്, എൻ്റെ കൂടെയുണ്ട്. അമ്മയോട് ചേർന്ന് അമ്മയുടെ വലിയ സാന്നിധ്യ സംരക്ഷണത്തിൽ വലിയ വിശ്വാസത്തോടെ നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. കുരിശിൻ്റെ ചുവട്ടിലെ നിറസാന്നിധ്യമായ പരിശുദ്ധി അമ്മ, അമ്മയുടെ വലിയ കരുത്ത്, അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് വേണ്ടി അമ്മ എന്നും വിനിയോഗിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ ആരാധനയുടെ സമയത്ത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമ്മിൽ നിറയപ്പെട്ടിരിക്കുന്ന സമയമാണ്. ഈ ദിവസങ്ങളിൽ ജപമാല ചൊല്ലി ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. എന്ത് പ്രശ്നമാവട്ടെ, അതിനൊക്കെ അമ്മയിലൂടെ പരിഹാരമുണ്ട്. ഈശോ നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് പരിശുദ്ധ അമ്മ. അമ്മയോട് ചേർന്ന് ഈ ആരാധനയിൽ അല്പസമയം നമുക്കായിരിക്കാം. വലിയ കൃപ, വലിയ അഭിഷേകം, വലിയ ശക്തി ഈ സമയം നിറയും. നിന്റെ ജീവിതത്തിലെ നിയോഗങ്ങൾ, പ്രാർത്ഥനകൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചോ. ദിവ്യകാരുണ്യത്തിന്റെ ശക്തി നമ്മിലേക്ക് ഒഴുകും. പ്രാർത്ഥനയോടെ നമുക്ക് ഈശോയുടെ കൂടെ ആയിരിക്കാം. ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും, ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും, നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും, ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും, നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. ഈശോയേ, വിളിച്ച്
പ്രാർത്ഥിക്കും മക്കളെ. ഈശോയേ എന്റെ ജീവിതത്തിലേക്ക്, വരണമേ, എന്റെ കുടുംബത്തിലേക്ക് വരണമേ കർത്താവേ. ഈശോയേ ഈ മഹാമാരിയിലേക്ക്, വരണമേ, ഈ തകർച്ചകളിലേക്ക് ഈശോയേ യേശുവേ വരണമേ, യേശുവേ ഈശോയേ 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 ഈശോയേ. വരണമേ. ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുന്ന മക്കളെ, കർത്താവിതാ സമീപസ്ഥനാണ്. ഈശോയേ ഈശോയേ വരണമേ, ഈശോയേ വരണമേ. ഇരുകരങ്ങളും കർത്താവിങ്കിലേക്ക് ഉയർത്തി എല്ലാം സമർപ്പിച്ചുകൊണ്ട് മാലാഖമാരോട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് എല്ലാ വിശുദ്ധരോടും രക്തസാക്ഷികളോട് ചെന്ന് ഈശോയെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന കർത്താവെ. സ്തുതിക്കുന്നു, നന്ദി പറയുന്നു കർത്താവെ. എന്റെ കർത്താവെ, ജീവൻ നൽകുന്ന കർത്താവെ, ദിവ്യ കാരുണ്യമായ യേശുവെ, കുരിശിൽ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച കർത്താവെ, ഞങ്ങളുടെ കൂടെ വസിക്കുന്ന ദിവ്യ കാരുണ്യമേ യേശുവേ, ആരാധന, ആരാധന. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. അമ്മയെ നൽകിയതിനോർത്ത്, ഈ കുരിശിന്റെ ചുവട്ടിൽ ഇത്ര കരുത്തുള്ള അമ്മയെ നൽകിയതിനോർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് അമ്മയോട് ചേർന്ന് ഈശോയേ ആരാധന, ആരാധന, ആരാധന. ഈശോയേ നന്ദി കർത്താവേ, സ്തുതിക്കുന്നു. ദിവ്യകാരുണ്യ ഈശോയെ, കുരിശിന്റെ ചുവട്ടിൽ എന്ന പോലെ ദിവ്യകാരുണ്യമായ അങ്ങയുടെ തിരുസന്നിധിയിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങൾ ഇതാ നിൽക്കുന്നു. നന്ദിയോടെ ഈ അമ്മയെ ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ കൂടെ വസിക്കാൻ യോഹന്നാന്റെ വീട്ടില് പരിശുദ്ധ അമ്മ കടന്നു ചെന്നതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കൂടെ വസിക്കാൻ ഇത്രയും കരുത്തുള്ള, ശക്തിയായ, കൃപ നിറഞ്ഞ, സാത്താനെതിരെ ശക്തമായ ആയുധമായ ഈ അമ്മയെ നൽകിയതിനെ ഓർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും. പ്രിയപ്പെട്ട കുഞ്ഞ്, നിന്റെ അരികിൽ ഈ അമ്മയുടെ സാന്നിധ്യം നീ അനുഭവിക്കും. അമ്മ നമ്മുടെ കൂടെയുണ്ട്. അമ്മയുടെ കൂടെയാണ് ഇപ്പോൾ ഈശോയുടെ സന്നിധിയിലായിരിക്കുന്നത്. ഈശോയെ, അമ്മയുടെ വലിയ സാന്നിധ്യം, അമ്മയുടെ മധ്യസ്ഥമാണ്. കാനായിലെ വീട്ടില് അമ്മ ഇടപെട്ടതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മ ഇടപെട്ടുന്ന ഈ ദിവസങ്ങളെ ഓർത്ത് നന്ദി പറയുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾ, ഞങ്ങളുടെ നിയോഗങ്ങൾ അമ്മയിലൂടെ ഞങ്ങൾ അങ്ങേ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കും. ദിവ്യകാരുണ്യനാഥ, എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കണം. ഒത്തിരി വേദനിക്കുന്ന മക്കള്, ഈ മഹാമാരിയുടെ പിടിയിൽ അമർന്ന് രോഗത്തിന്റെ പിടിപ്പെട്ട മക്കൾ, ഈ സമയം ആശുപത്രിയിലായിരിക്കുന്ന മക്കൾ, വെന്റിലേറ്ററിൽ കിടക്കുന്ന മക്കൾ, സാമ്പത്തികമായിട്ട് തകർന്നു പോയ മക്കൾ, ജോലി നഷ്ടപ്പെട്ടു പോയ മക്കൾ, ഈ മഹാമാരിയുമായിട്ട് ബന്ധപ്പെട്ട് സകലമാന മേഖലകളിലും യേശുവേ ഒത്തിരി തകർച്ചകൾ, ഒത്തിരി വേദനകൾ, ഒത്തിരി രോഗങ്ങൾ, ഒത്തിരി അടിമത്തങ്ങൾ, നഷ്ടങ്ങൾ, തകർച്ചകൾ, പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, മരണങ്ങൾ, യേശുവേ എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ബ്ലാക്ക് പ്ലേഗിന്റെ സമയത്ത് ആ മക്കൾ അവസാനം എളിമപ്പെട്ട് പാപത്തെ വിട്ടുപേക്ഷിച്ച് കർത്താവേ അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തില് പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോ ആ മക്കളുടെ പ്രാർത്ഥന കേട്ട് അമ്മയിലൂടെ ഇടപെട്ട കർത്താവേ, ഈ സമയം അങ്ങയുടെ മക്കൾ അമ്മയുടെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ മഹാമാരിയില്, ഈ നാശത്തിന്റെ പിശാചിന്റെ പിടിയിൽ അമർന്നു പോയ ഈ കാലഘട്ടത്തിൽ യേശുവേ ഇടപെടണമേ, ശക്തി പ്രകടമാക്കണമേ. പാപം ഏറ്റെടുത്ത് ശാപത്തെ നീക്കി മരണത്തെ പരാജയപ്പെടുത്തി സാത്താന്റെ ആധിപത്യങ്ങളെ, ശക്തികളെ അവസാനിപ്പിച്ചുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇവിടെ മക്കളെ ഈശോയുടെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യ ഈശോ കുരിശിൽ നമുക്ക് വേണ്ടി അതിദാരുണമായ പീഡാസഹനങ്ങൾ ഏറ്റെടുത്ത് രക്തം ചിന്തി മരിച്ച ഈശോയാണ്. ഈശോ പറഞ്ഞില്ലേ, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകാനാ, സമൃദ്ധി നൽകാനാ. നിന്റെ രോഗത്തില്, നിന്റെ തകർച്ചയില്, സാമ്പത്തിക മേഖലകളില്, സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയില് ഈശോ ജീവൻ തരും. ജീവൻ തരുമ്പോൾ സമാധാനം നിറയും, ജീവൻ നിറയുമ്പോൾ സൗഖ്യം നിറയും,
ജീവൻ നിറയുമ്പോൾ സാമ്പത്തിക മേഖല അനുഗ്രഹിക്കപ്പെടും. ജീവൻ നിറയുമ്പോൾ പ്രിയപ്പെട്ട മഞ്ഞേ, എൻ്റെ കുഞ്ഞേ, നിനക്കെല്ലാം ലഭിക്കും. ആ വലിയ കരുണയ്ക്ക് വേണ്ടി നമുക്ക് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളുടെ യോഗ്യത നമ്മിൽ, നമ്മുടെ കുടുംബത്തിലും നിറയട്ടെ. അമ്മയുടെ വലിയ സാന്നിധ്യത്തിൽ നിറയട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ചേർന്ന് പാടാം. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെയോ തെന്നും സ്വർഗീയ പിതാവേ, പിതാവേ, അങ്ങയുടെ മക്കളുടെ മേൽ, ഞങ്ങളുടെ മേൽ, ലോകം മുഴുവന്റെ മേലും, ലോകം മുഴുവന്റെ മേൽ കരുണ ഒഴുകട്ടെ കർത്താവേ. കരുണയുണ്ടാകേണമേ. ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളെ നശിപ്പിക്കുന്ന ഒത്തിരിയേറെ പൈശാചിക പീഡകൾ, സമാധാനമില്ലാത്ത അവസ്ഥ, ഈ കൊറോണ വൈറസിന്റെ കാലഘട്ടത്തിൽ പോലും ദിവസങ്ങൾ ഒത്തിരി മക്കള് ഡൈവോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വേദനിക്കുന്ന മക്കൾ, വേറിട്ട് കഴിയുന്ന മക്കൾ. കർത്താവേ, ഇത്രയും പ്രതിസന്ധികളും ഈ രോഗത്തിന്റെ പിടി വന്നിട്ടും അങ്ങയിലേക്ക് തിരിയാതെ മാനസാന്തരപ്പെടാൻ പോലും പറ്റാത്ത വിധം പിശാച് അന്ധമാക്കിയ അന്ധകാരത്തിൽ വീഴ്ത്തിയ ഒത്തിരി മക്കൾ. യേശുവേ, സ്നേഹം നഷ്ടപ്പെട്ട കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, ബന്ധങ്ങളെ സമർപ്പിക്കുന്നു. വലിയ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം നിറയട്ടെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ സന്തോഷം നിറയട്ടെ, ഞങ്ങളുടെ കുടുംബങ്ങൾ മാനസാന്തരപ്പെട്ട് അങ്ങയിലേക്ക് തിരിയട്ടെ, അങ്ങയുടെ ചൈതന്യം കൊണ്ട് നിറയട്ടെ. കൃപ നിറഞ്ഞ അമ്മയുടെ സാന്നിധ്യം ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിറച്ച് ആ കൃപയുടെ സമൃദ്ധി കൊണ്ട് നിറയ്ക്കണമേ. യേശുവേ, വലിയ ശക്തി ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിന് വേണ്ടി, കുടുംബാംഗങ്ങൾക്ക് വേണ്ടി വലിയ കരുണ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഈ സമയം ഒഴുകട്ടെ. പ്രാർത്ഥനയോടെ പ്രിയപ്പെട്ട മക്കളെ ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ഈശോയെ, ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ, ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകട്ടെ. കരുണയുണ്ടാകേണമേ. നല്ല ഈശോയെ, കത്തോലിക്ക തിരുസഭയെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പരിശുദ്ധ മാർപ്പാപ്പയെയും കർദിനാൾമാരെയും മെത്രാന്മാരെയും പുരോഹിതരെയും എല്ലാ സന്യസ്തരെയും സമർപ്പിക്കുന്നു. ഈ കാലഘട്ടത്തിൽ കർത്താവെ, സഭയോട് അങ്ങ് ഒത്തിരിയേറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങയുടെ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. വലിയ അഭിഷേകത്താൽ എല്ലാ മക്കളെയും നിറയ്ക്കണമേ കർത്താവെ. കർത്താവെ, അടയ്ക്കപ്പെട്ട ദേവാലയങ്ങൾ, കൂദാശയിൽ നിന്ന് പടിയിറങ്ങിപ്പോയ മക്കള്, യേശുവേ, അവിശ്വസ്തതയുടെ മേഖലകൾ, അങ്ങയെ വേണ്ടെന്നുള്ള ഒരു കാഴ്ചപ്പാടോടെ അങ്ങയുടെ കൽപ്പന ലംഘിച്ച് അങ്ങയിൽ നകന്നു പോയ മക്കള്, ഗർഭചിത്രത്തിന്റെയും ഗേ മാരേജിന്റെയും ജടിക സുഖത്തിന്റെയും ഒക്കെ പിന്നാലെ പോയി അങ്ങയുടെ കൽപ്പനകൾക്ക് യാതൊരു പ്രാധാന്യവുമില്ലാതെ ജീവിച്ച മക്കള്, വിവാഹം ചെയ്യാതെ ഒരുമിച്ച് ജീവിക്കുന്ന മക്കള്, കൂദാശയ്ക്ക് ഒരു വിലയും കൊടുക്കാതെ അങ്ങയെ വേണ്ട, അങ്ങയുടെ കൃപ വേണ്ട, അങ്ങയുടെ ജീവൻ വേണ്ട, അങ്ങയുടെ സാന്നിധ്യം വേണ്ടെന്ന് പറഞ്ഞ് പടിയിറങ്ങിപ്പോയ മക്കൾ, അടയ്ക്കപ്പെട്ട ദേവാലയങ്ങൾ, ബാറുകളും ക്ലബുകളും ഒക്കെ ആക്കി മാറ്റിയ ദേവാലയങ്ങൾ, കർത്താവേ, അങ്ങയുടെ പരിശുദ്ധമായ ആലയങ്ങളെ മലിനമാക്കിയ മേഖലകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വലിയ കരുണ ഒഴുകട്ടെ. പരിശുദ്ധ അമ്മേ മാതാവേ, ഈ മേഖലകളിൽ അമ്മ ഇറങ്ങി വരണമേ. പിശാചിന് തലയെ തകർത്ത സാന്നിധ്യമായ പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി അമ്മ യുദ്ധം ചെയ്യണമേ. ഈശോയെ, അമ്മയുടെ സാന്നിധ്യം കൊണ്ട് എല്ലാ മക്കളെയും നിറയ്ക്കണമേ, എല്ലാ ഇടവകകളെയും നിറയ്ക്കണമേ, എല്ലാ കുടുംബങ്ങളെയും നിറയ്ക്കണമേ. വലിയ കരുണ സഭയിലും നമ്മുടെ ദേവാലയങ്ങളിലും വിശ്വാസ ജീവിതത്തിൽ നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കും മക്കളെ. അനേക മക്കള് സഭയിൽ നിന്ന് പടിയിറങ്ങിപ്പോയി, ദൈവവിളികൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഒത്തിരിയേറെ അഭിഷേകം നഷ്ടപ്പെട്ടിരിക്കുന്ന പല മേഖലകള്,
ദേവാലയങ്ങൾ വിറ്റഴിക്കുന്ന അവസ്ഥകള്, കുദാശയില്ലാത്ത മക്കള്, കുമ്പസാരമില്ലാത്ത മക്കള്, വിശുദ്ധ കുർബാന സ്വീകരണമില്ലാത്ത മക്കള്, കുടുംബ പ്രാർത്ഥന ഇല്ലാത്ത മക്കള്, പരിശുദ്ധ അമ്മയോട് ബന്ധമില്ലാത്ത മക്കള്, വലിയ അഭിഷേകം, വലിയ കരുണ ഈ മേഖലകളിലേക്ക് ചൊരിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കാം മക്കളെ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ കരുണയുണ്ടാകേണമേ. ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചു. അങ്ങയുടെ മരണമാണ് ഞങ്ങൾക്ക് ജീവൻ നൽകിയത്. അങ്ങയിലൂടെ അല്ലാതെ ഞങ്ങൾക്ക് രക്ഷയില്ല കർത്താവേ. അങ്ങാണ് ഏകരക്ഷകൻ. അങ്ങയുടെ മരണമാണ് ഞങ്ങൾക്ക് ജീവൻ നൽകിയത്. അങ്ങയുടെ കുരിശ് മരണത്തെയാണ് ഞങ്ങൾ പ്രഘോഷിക്കേണ്ടത്. എന്നാൽ കർത്താവേ, അങ്ങാകുന്ന രക്ഷയെ സ്വന്തമാക്കാതെ അങ്ങയിൽ നിന്ന് അകന്നു കഴിയുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. തെറ്റായ പഠിപ്പിക്കലുകൾ, അങ്ങാകുന്ന കുരിശിൽ മരിച്ച അങ്ങയുടെ വ്യക്തിത്വത്തെ പോലും മാറ്റി അവതരിപ്പിച്ചുകൊണ്ട് പല പല പൈശാചികമായ പഠിപ്പിക്കലുകൾ കൊണ്ട് അങ്ങയുടെ കുരിശ് മരണത്തെ നിഷേധിക്കുന്ന മക്കള്, സാത്താൻ ബന്ധിച്ച മക്കൾ കർത്താവേ, അങ്ങയുടെ കരുണ മക്കൾ അറിയട്ടെ. അങ്ങയുടെ കുരിശ് മരണത്തിന് ശക്തി എല്ലാ മക്കളും അറിയട്ടെ. കുരിശിന്റെ ചുവട്ടില് നിൽക്കുന്ന പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തില് ഈ മക്കളെ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുരിശ് മരണമാണ് രക്ഷ, കുരിശിലൂടെയാണ് രക്ഷ. ഇതിന് വിരുദ്ധമായിട്ടുള്ള ആൽബജൻസിയൻ പാഷണ്ഡത പോലെയുള്ള ഈശോയെ അങ്ങയുടെ മനുഷ്യാവതാരത്തെയും കുരിശു മരണത്തെയും നിഷേധിക്കുന്ന, അതിൽ വിശ്വസിക്കാത്ത എല്ലാ മക്കളെയും, അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിപ്പിക്കുന്ന എല്ലാ പഠിപ്പിക്കലുകളെയും ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക്, കുരിശിൻ ചുവട്ടിലേക്ക് സമർപ്പിക്കുന്നു. നാരകീയ സർപ്പത്തിന്റെ തലയെ തകർത്ത അമ്മേ, ഈ കുരിശിൻ ചുവട്ടിൽ ഞങ്ങൾക്ക് വേണ്ടി സകരക്ഷകയായി മാറിയ അമ്മേ, അമ്മയുടെ ശക്തമായ സംരക്ഷണം, ഇടപെടൽ ഈ മേഖലയിൽ ഉണ്ടാകട്ടെ. പ്രാർത്ഥിക്കും മക്കളെ, വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കും. അങ്ങയുടെ മരണത്തിന്റെ ശക്തി നിറയപ്പെട്ട ഒരു നിമിഷം കർത്താവിങ്കിലേക്ക് ഇരുകരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കുരിശു മരണത്തിന്റെ ശക്തി നമ്മിലും നമ്മുടെ കുടുംബത്തിലും ലോകം മുഴുവനിൽ നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് കരങ്ങൾ ഉയർത്തി ഈശോയുടെ സന്നിധിയിലേക്ക് എല്ലാം സമർപ്പിച്ചുകൊണ്ട് ക്രൂശിതനെ പ്രഘോഷിച്ചിട്ട് കർത്താവിന്റെ ശക്തി പ്രകടമാകാൻ വേണ്ടി ആഗ്രഹിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തുതിക്കുന്നു. കുരിശു മരണ ശക്തി വ്യാപരിക്കട്ടെ, ക്രൂശിതന്റെ ശക്തി വ്യാപരിക്കട്ടെ, തിരുരക്തത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. പൈശാചിക സ്വാധീനങ്ങള്, അന്ധകാര ശക്തികള്, സാത്താന്റെ ആധിപത്യങ്ങള്, സാത്താന്റെ അവകാശങ്ങള് യേശുവിന്റെ കുരിശിന്റെ ശക്തിയാൽ, ദിവ്യകാരുണ്യ ശക്തിയാൽ നിർവീര്യമായി പോകട്ടെ. ശക്തി ഒഴുകട്ടെ, കൃപ നിറയട്ടെ, ജീവൻ പ്രാപിക്കട്ടെ, സാത്താൻ ഇടിമിന്നൽ പോലെ നിബന്ധിക്കട്ടെ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വലിയ ശക്തി വലിയ വിടുതൽ പ്രാപിക്കട്ടെ, സാത്താൻ ഇടിമിന്നൽ പോലെ നിബന്ധിക്കട്ടെ, തെറ്റായ പഠിപ്പിക്കലുകളുടെ ശക്തി നിർവീര്യമായി പോകട്ടെ. ശക്തി 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 ഒഴുകട്ടെ, കുരിശു മരണത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ, കുരിശിലെ മരണത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ, തിരുരക്തത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ, ദൈവിക ജീവന സമൃദ്ധി വ്യാപരിക്കട്ടെ, സാത്താൻ ഇടിമിന്നൽ പോലെ നിബന്ധിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യരുടെ മേൽ ആവസിച്ചു. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യരുടെ മേൽ വ്യാപരിക്കട്ടെ, നിറയണമേ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവേ നിറയണമേ, നിറയണമേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു,
യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറുക. അന്ധകാരമേ ബന്ധനങ്ങളെ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറുക. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ. ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ, എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ ശക്തി വ്യാപരിക്കട്ടെ കർത്താവേ. ദിവികാരണീശോയെ, ലോകം മുഴുവനെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനിലും ഇന്ന് നിറയപ്പെട്ടിരിക്കുന്ന ഈ മഹാമാരി പല രാജ്യങ്ങളിലും കർത്താവെ വീണ്ടും അതിശക്തമായിട്ട് ഇപ്പോൾ കടന്നു വന്ന് വേദനിക്കുന്ന അനേകം മക്കൾ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നു. കർത്താവെ, മക്കളെല്ലാം മേൽ കരുണയായിരിക്കണമേ. ഒരു ഭാഗത്ത് ഈ വൈറസിൻ്റെയും മഹാമാരിയുടെയും അവസ്ഥയാണെങ്കിൽ, മറുവശത്ത് കർത്താവെ ഭീകര പ്രവർത്തനത്തിൻ്റെയും കൊലപാതകത്തിൻ്റെയും പിശാച് ഒത്തിരി അസ്വസ്ഥതയും ഭീതിയും ജനിപ്പിച്ചുകൊണ്ട് അങ്ങയുടെ മക്കളെ കൊന്നൊടുക്കുന്നു. കർത്താവേ, യേശുവേ, വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. അങ്ങയുടെ സ്നേഹത്തിന്റെ ശക്തി എല്ലാ മക്കളിലേക്കും അങ്ങൊന്ന് നിറയ്ക്കണമേ കർത്താവേ. സാത്താൻ അടിമപ്പെടുത്തി വച്ചിരിക്കുന്ന മക്കള് കൊല്ലാനും നശിപ്പിക്കാനും ഇല്ലാതാക്കാനും യേശുവേ ഞങ്ങൾ കാണുന്നു, അനുഭവിക്കുന്നു. നല്ലത് ചെയ്തിട്ട് അഭയം കൊടുത്തിട്ട് യേശുവേ കൊല്ലപ്പെടുന്ന മക്കളുടെ അവസ്ഥകൾ എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു കർത്താവേ. സാത്താൻ അടിമപ്പെടുത്തിയ മക്കളുടെ മേൽ അങ്ങയുടെ സ്നേഹത്തിന്റെ ശക്തി അങ്ങ് നിറയ്ക്കണമേ കർത്താവേ. അങ്ങയുടെ മക്കൾക്ക് അങ്ങല്ലാതെ ആരാ ഉള്ള? അങ്ങയുടെ വലിയ ശക്തി അങ്ങ് പ്രകടമാക്കണമേ. ഇവിടെ ഞങ്ങൾ കാണുന്നുണ്ട് കർത്താവേ, ഞങ്ങളുടെ പാപ, ഞങ്ങളുടെ അകൃത്യ, ഞങ്ങൾ അങ്ങയെ വിട്ട് പോയത് കൊണ്ട് ഇത് സംഭവിച്ച അത് ഞങ്ങൾ അംഗീകരിക്കുന്നു കർത്താവേ. അങ്ങയെ വിട്ട് തന്നിഷ്ടം പോലെ ജീവിച്ച അവസ്ഥകൾ ഞങ്ങൾക്കൊക്കെയുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ, സഭയിൽ, രാജ്യങ്ങളിൽ, ഇടവകകളിൽ, പള്ളികളെ കടയ്ക്കാന്ന് പറഞ്ഞ യേശുവേ ഞങ്ങൾക്കറിയാം. ലോകത്തിനു വേണ്ടി ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. അങ്ങയെ വേണ്ടെന്ന് പറഞ്ഞ് പടിയിറങ്ങിപ്പോയ, ദേവാലയം വിട്ട് പടിയിറങ്ങിപ്പോയ മക്കളെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. അങ്ങയോട് ആലോചന ചോദിക്കാതെ യേശുവേ ഓരോന്ന് ചെയ്തു വച്ചതിന് ബാക്കി അനന്തര ഫലങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇസ്രായേൽ ജനം പാപം ചെയ്തപ്പോൾ ശത്രു പ്രബലനായി. ഓരോ പ്രവാസത്തിലേക്ക് പോകാനുള്ള കാരണം ആ ജനത്തിന്റെ പാപമായിരുന്നു. മഹാമാരിയുടെയും കാരണം പാപത്തിന്റെ മേഖലയായിരുന്നു. ഈശോയെ, ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കണം. അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുത്ത കർത്താവല്ലേ. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ശാപങ്ങൾ നീക്കി ശപിക്കപ്പെട്ടവനെ പോലെ മരത്തിൽ തൂക്കപ്പെട്ട കർത്താവല്ലേ. അങ്ങയുടെ മരണത്താൽ സാത്താനെ എന്നേക്കുമായി നിത്യനരകത്തിലേക്ക് താഴ്ത്തിയ കർത്താവല്ലേ. കുരിശിൽ കിടന്നുകൊണ്ട് പ്രിയപ്പെട്ട അമ്മയെ ഞങ്ങൾക്ക് അമ്മയായി നൽകിയ യേശുവേ, കുരിശുമരണത്തിൻ്റെ വലിയ ശക്തി ഞങ്ങളിലും കരുണയോടെ ലോകം മുഴുവനിലും അങ്ങ് വർഷിക്കണം. വലിയൊരു അഭിഷേകം, വലിയൊരു ശക്തി വ്യാപരിക്കുവാൻ ഇടയാകട്ടെ കർത്താവേ. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി, ലോകം മുഴുവനും വേണ്ടി ഈശോയെ വലിയ ദാഹത്തോടെ ഈ സമയം ഞങ്ങൾ ഒരുമയോടെ പ്രാർത്ഥിക്കാം. ഒത്തിരിയേറെ വഴിതെറ്റിപ്പോയ മക്കള്, മദ്യത്തിന്റെ പിടിയിൽപ്പെട്ടു പോയ മക്കൾ, ലഹരിയുടെ പിടിയിൽപ്പെട്ടു പോയ മക്കൾ, തെറ്റായ സ്നേഹബന്ധത്തിൽ പെട്ടുപോയ മക്കൾ, യേശുവേ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന മക്കൾ, ഒത്തിരിയേറെ നശിച്ചു പോയ മക്കൾ, എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. വ്യക്തിപരമായ നിയോഗങ്ങളും പ്രാർത്ഥനകളും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കും മക്കളെ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ സമയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും
ഈശോ ഉത്തരം തരാതിരിക്കത്തില്ല. അമ്മ മധ്യസ്ഥം വഹിച്ചാൽ, അമ്മ വന്നാൽ, അമ്മ ഇടപെട്ടാൽ, സമയമായില്ലെങ്കിൽ കൂടിയും കാനായിൽ ഇടപെട്ട കർത്താവാ നമ്മുടെ ഈശോ. അമ്മയുടെ ഒരു അപേക്ഷയും ഈശോ ഉപേക്ഷിക്കില്ല. കാരണം അറിയോ, ദൈവത്തിൻ്റെ ഒരു ഇഷ്ടവും അമ്മ നിരസിച്ചിട്ടില്ല. അതിനാൽ തന്നെ അമ്മയുടെ ഒരു പ്രാർത്ഥനയും ഈശോ ഒരിക്കലും തള്ളിക്കളില്ല. അതാണ് ബെർണാർഡ് പറഞ്ഞ, അമ്മയുടെ സഹായം അപേക്ഷിച്ചവരിൽ ഒരുവൻ പോലും ഉപേക്ഷിക്കപ്പെട്ടതായിട്ട് ലോകത്തിൽ കേട്ടിട്ടില്ല. അമ്മ അത്രമാത്രം ഈശോയുടെ സന്നിധിയിൽ കരുത്തുള്ളവളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചേ. ഇത്രയും നല്ല അമ്മയെ തന്നതിന്, എന്തിനും ഏതിനും കഴിവുള്ള അമ്മ, പിശാചിന്റെ തലയെ തകർത്തമ്മ, സഹനത്തിന്റെ പടുകുഴിയിലും ചങ്കൂറ്റത്തോടെ നിന്ന അമ്മ, ആ കുരിശിൻ ചുവട്ടിൽ അവന്റെ അമ്മ നിന്നിരുന്നു. ഇരുന്നു എന്നല്ല പറഞ്ഞ്, വീണു എന്നല്ല പറഞ്ഞ്, നിന്നിരുന്നു. സഹനത്തിന്റെ മേൽ അധികാരത്തോടെ നിന്നവൾ പരിശുദ്ധി അമ്മ. അമ്മയുടെ കരുത്തൊക്കെ നമ്മൾ ഇന്ന് കണ്ടു. ഈ സൈന്യാധിപയാണ് നമ്മുടെ കൂടെയുള്ള അമ്മ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മക്കളെ, ഈശോയ്ക്ക് നന്ദി പറയാം. ഈ സ്വർഗത്തിന്റെ സൈന്യാധിപിയോടൊപ്പം ഈ പുണ്യദിനങ്ങൾ നമ്മളായിരിക്കുമ്പോൾ ഒരു കാര്യം ഉറച്ചു വിശ്വസിച്ചോ, ഈ ദിവസങ്ങൾ അത്ഭുതങ്ങളുടെ ദിവസങ്ങളാണ്. ഈ ദിവസങ്ങൾ ദൈവിക ശക്തി വ്യാപരിക്കുന്ന ദിവസങ്ങളാണ്. കാരണം നമ്മുടെ യുദ്ധത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഇത്രമാത്രം ശക്തയായ സാത്താനെതിരെ ശത്രുത ഉളവാക്കിക്കൊണ്ട് ഏറ്റവും ശക്തിയുള്ള ആയുധമായ പരിശുദ്ധ അമ്മയാണ് നമുക്ക് വേണ്ടി സൈന്യാധിപയായിട്ട് നമ്മുടെ ജീവിത യുദ്ധത്തിന് നേതൃത്വം കൊടുക്കുന്നത്. നമ്മുടെ ഈ ജീവിതം ഒരു യുദ്ധമാണ് മക്കളെ, സാത്താനെതിരെയുള്ള യുദ്ധമാണ്. നിങ്ങളുടെ ശത്രുവായ പിശാച് ആലർന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് നോക്കിക്കൊണ്ട് നടക്കുക. ഈ യുദ്ധത്തിൽ അമ്മ നമ്മുടെ കൂടെയുണ്ട്. ദിവ്യകാരുടെ നാഥന്റെ വലിയ സാന്നിധ്യത്തില്, അമ്മയുടെ ശക്തമായ സംരക്ഷണത്തില് അവിടെ നമ്മെ കാത്തുപരിപാലിക്കും. ആ ഉറപ്പോടുകൂടി അമ്മയോട് ചേർന്ന് എല്ലാ നിയോഗങ്ങളും ഒന്ന് പറഞ്ഞ് സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ. ശക്തനായ ദൈവം വൻ കാര്യങ്ങൾ ചെയ്യാം, സർവശക്തിയോടെ എഴുന്നള്ളുകയാ. ശക്തനായ ദൈവം വൻ കാര്യങ്ങൾ ചെയ്യാം, സർവശക്തിയോടെ എഴുന്നള്ളുകയാ. എന്തൊരാനന്ദം, എന്തൊരാനന്ദം, അമ്മ മേരിയൊപ്പം ആരാധിക്കുമ്പോ. എന്തൊരാനന്ദം, എന്തൊരാനന്ദം, അമ്മ മേരിയൊപ്പം ആരാധിക്കുമ്പോ. ശാന്തമായി ഈശോയുടെ സന്നിധിയിലേക്ക് എല്ലാം സമർപ്പിച്ചുകൊണ്ട് എല്ലാ മക്കളും പ്രാർത്ഥിച്ചേ. നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ, പ്രാർത്ഥനകൾ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ആരൊക്കെ നമ്മുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ടോ ആ മക്കൾക്കെല്ലാം വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. ഒത്തിരി വേദനിക്കുന്ന മക്കൾ, ഒത്തിരിയേറെ മക്കളാണ് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടത്. എല്ലാ മക്കളെയും സമർപ്പിക്കുന്ന കർത്താവേ, കർത്താവെ അങ്ങയുടെ ഇടപെടല് എല്ലാ മക്കൾക്കും അനുഭവവേദ്യമാക്കി കൊടുക്കണമേ. പരിശുദ്ധ അമ്മയുടെ ശക്തമായ സാന്നിധ്യം എല്ലാ മക്കൾക്കും അവിടുന്ന് അനുഭവവേദ്യമാക്കി കൊടുക്കണമേ. അങ്ങയുടെ മക്കൾ അങ്ങയുടെ ശാന്തിയും സമാധാനവും സന്തോഷവും കൊണ്ട് നിറയട്ടെ. അങ്ങയുടെ മക്കൾ അങ്ങയുടെ സ്വന്തമാണ്, അങ്ങയുടെ അവകാശമാണ്, അങ്ങയുടേതായിട്ട് മാറട്ടെ. ഏതെങ്കിലും പാപത്തിൻ്റെ മേഖലയിൽ അങ്ങയിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ അങ്ങയുടെ മക്കളെ അങ്ങ് തന്നെ അങ്ങയോട് ചേർത്ത് പിടിക്കണമേ. അതിനു വേണ്ട എല്ലാ അഭിഷേകവും, എല്ലാ കൃപയും, എല്ലാ
പ്രകാശവും ജീവന്റെ സമൃദ്ധിയും അതിനുവേണ്ട അഭിഷേകവും നൽകി എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. പ്രിയപ്പെട്ട മക്കളെ, ഈശ്വര ആശീർവാദത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നൽകിയ അമ്മയെ ചേർത്ത് പിടിക്കണം കേട്ടോ. ഈ ആരാധനയിലൂടെ, ഈ ശുശ്രൂഷയിലൂടെ ഈ സ്വർഗത്തിന് സൈന്യാധിപയാകുന്ന മാതാവിനെയാണ് ഈശോ നമുക്ക് നൽകുന്നത്. യോഹന്നാന് അമ്മേനെ ഭരമേൽപ്പിച്ചതുപോലെ ഇതാ നമുക്ക് നമ്മുടെ കുടുംബത്തിനും ഈശോ അമ്മയെ തരികയാണ്. യോഹന്നാൻ അമ്മയെ കൊണ്ട് പോയി അമ്മയോട് കൂടെ ജീവിച്ചതുപോലെ ഈ ഇനിയുള്ള ജീവിതം അമ്മയോട് കൂടെ എന്നുമായിരിക്കട്ടെ. കൃപ നിറഞ്ഞ അമ്മയുടെ ശക്തിയും കരുത്തും സൈന്യാധിപയാകുന്ന അമ്മയുടെ വലിയ ശക്തിയും അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്കും ഇടയാകട്ടെ. ആ വലിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരാ ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ, ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ. സ്നേഹിക്കുന്നേ 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 യേശുവേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജ്വലിക്കും. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജ്വലിക്കും.